ഹരേ കൃഷ്ണ. ഇവർക്കൊക്കെ വേണ്ടിയാണ് ഈ വെയിറ്റ് ചെയ്യുന്നത്. വരുന്നവരെന്തോരം സമയം നോക്കിക്കേ. എല്ലാവരും വരട്ടെ കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും സ്പെഷ്യൽ ടോക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. വരും വരും വരും. சைஸ் காமிக்கவா? ஓப்பன் பண்ணி எடுத்துக்கோங்க ஒரு தட்டில். நான் சைஸ் காமிக்கிறேன். இந்த ക്യൂബ്സ് വേഗം വരൂ. കൊഞ്ചം തണ്ണി കൂടമ്മോ കൈ കഴുകും. വേഗം വരൂ, വേഗം വരൂ, എല്ലാവരും വരൂ. 1 മിനിറ്റ് കേട്ടോ. ഒന്ന് അരച്ചോട്ടെ. എല്ലാവരും മോസ്റ്റ്ലി പട്ടിണിയാണ്. ക്ലാസ് കഴിയുമ്പോഴത്തേ ഏകദേശം 10:30 മണിയാവും. 10:30 കഴിഞ്ഞിട്ട് കുക്ക് ചെയ്തിട്ട് കഴിച്ചിട്ട് കിടക്കുമ്പോഴേക്കും ഒരു ലേറ്റ് ആവും. അപ്പം ഞാനിപ്പോൾ ഒന്ന് ചെയ്ത് കൊടുത്താൽ അവരത് ചെയ്തോളും. സപ്താഹം കഴിഞ്ഞു അല്ലേ? സൂപ്പർ. ഒന്ന് കാണിച്ചു തരോ ബിന്ദുമേ? ആ அந்த டவல் கூட எடுத்து ഒരു മിനിറ്റ് കേട്ടോ. എവിടെ എവിടെ? ഓ ഇതിലിരിക്കും. എല്ലാവരും എത്തിയോ? ആ ഓക്കെ. ഇത് അതിൽ ഇതാ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, മിക്സ് ചെയ്ത് അരച്ചാൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇങ്ങനെ ഇരിക്കും. அது கட் பண்ணிட்டு அதில் மிக்ஸ் பண்ணி வச்சுக்கோ. கிளாஸ் முடிச்ச உடனே மசாலா அதில் மிக்ஸ் பண்ணி വെച്ചോ. ക്ലാസ് முடிச்ச ഉടനെ ഞാൻ ഫ്രൈ பண்ணி കൊടുക്കുறேன். എത്തിയോ എല്ലാവരും? തുടങ്ങാം. നമ്മുടെ കിച്ചൂട്ടൻ്റെയും ശ്രീമതി രാധാറാണിയുടെയും ഹാരം ഇന്ന് അണിഞ്ഞിരിക്കുന്നത് അശ്വതി അശ്വതി അരുൺ അശ്വതി. ഓക്കെ, അശ്വതി അശ്വതി അരുൺ അശ്വതി. എന്നും തിരക്കാണോന്ന് ചോദിച്ചാൽ എന്നും തിരക്കാം. ഉണ്ടാക്കാനും കഴിക്കാനും മാത്രം സമയമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും 10:30 മണിയാവും. 10:30 മണിക്ക് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാക്കുമ്പോഴത്തേക്കും ഒരു നേരമാവും. അപ്പോൾ അതങ്ങോട്ടേക്ക് മസാല തേച്ച് വെച്ചാൽ എനിക്ക് ക്ലാസ് കഴിഞ്ഞാൽ അത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്തിട്ട് കഴിക്കാം. ഒരുപാട് ക്ലാസ് മിസ്സായല്ലേ സുശീല മാതാജി? എവിടെയായിരുന്നു? സാമ്പാറിൻ്റെ മസാലയല്ല, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില. ബിന്ദമ്മ പാചകം ചെയ്തിട്ട് നമ്മൾ കഴിച്ചു തന്നെ. അവർക്കൊരു കുക്കിംഗ് ഒന്നും അറിയത്തില്ല. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ സംഭവമേ അറിയത്തില്ല. മസാല തേച്ച് കൊടുത്താൽ അമ്മു റെഡിയാക്കി വെക്കും. പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, തക്കാളി, മഞ്ജുരീസിൻ്റെ വെജ് ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഇത്രയേ ഉള്ളൂ. ഇന്നലെ അതല്ല, ഇന്നലെ സോയയായിരുന്നു. ഓഹോ, ഞാൻ ഗ്രൂപ്പിലിട്ടതല്ലേ. പന്തളം ശശിധരൻ പിള്ളയായിരുന്നു സപ്താഹം. സൂപ്പർ. പനീറിൻ്റെ മസാല അതിട്ടിട്ട് ഒന്ന് നമ്മുടെ ക്ലാസ് കഴിയുന്നവരെ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാത്രിയിൽ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ ചീനച്ചട്ടി വയ്ക്കും, വെളിച്ചെണ്ണ ഒഴിക്കും, ഉണക്കമുളക് ഇടും, കറിവേപ്പില ഇടും, ഗ്രാമ്പൂ ഇടും, പട്ടയിടും, ഏലക്ക ഇടും. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പെരിഞ്ചീരകം ഇട്ടിട്ട് മസാല തേച്ച് വെച്ച് പനീർ അതിലിട്ടിട്ട് കറുവറ 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 ഉർവശി ചേച്ചി പറഞ്ഞ പോലെ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആക്കും. ഡീപ്പ് ഫ്രൈ ആക്കി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വീണ്ടും ഒന്ന് ഫ്രൈ ആക്കി. സൂപ്പർ. കുട്ടി കുട്ടി പീസാകുമ്പോൾ എല്ലാവർക്കും തികയും. 3 6 7 പേരുണ്ട്. 7 പേർക്ക് മതിയാവണ്ടേ? സൈന ചേച്ചി കടുക് യൂസ് ചെയ്യില്ല. എനിക്ക് കടുക്, മല്ലിയില, പിന്നെ മുരിങ്ങ അതൊന്നും ഇഷ്ടമല്ല. മഷ്റൂം ഇതൊക്കെ അതൊന്നും ഇഷ്ടമല്ല. അതൊക്കെ സത്വഗുണമല്ല.
അപ്പം നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മറ്റു വിശേഷങ്ങളൊന്നുമില്ലല്ലോ. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഗെറ്റ് ടുഗദർ എല്ലാവർക്കും അറിയാം. ജാനുവരി 13th to 14th വരെയാണ്. 13th രാവിലെ എല്ലാവരും ഗുരുവായൂർ എത്തുക. 14th നമുക്ക് വൈൻഡപ്പ്. പിന്നെ അച്ഛനോട് എൻ്റെ അന്വേഷണം പറയൂ അമ്മ. പിന്നെ മാക്സിമം നിങ്ങളുടെ എക്സ്പെൻസ് ഒരാൾക്ക് വരുന്ന 1500 ആണ്. 3 നേരത്തെ ഫുഡ്, റൂമിൻ്റെ റെൻറ്റ് ഇത്രയും ചേർത്ത് 1500 ആണ്. അപ്പോൾ അന്ന് നമ്മളവിടെ 14-ാം തീയതി അന്നദാനം കൊടുക്കുന്നുണ്ട്. 120 രൂപയാണ് അന്നദാനത്തിന് വിത്ത് വാട്ടർ. അതാണ് നമ്മൾ ഹോട്ടലിൽ പേ ചെയ്യുന്ന എമൗണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. വരാൻ പറ്റാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ പറയുക, അന്നദാനത്തിന് ബുക്ക് ചെയ്യണം എന്നാണെങ്കിൽ ബുക്ക് ചെയ്യാം. നമ്മൾ കുറേ നാളുകളായിട്ട് ഗുരുവായൂർ തിരുനടയിൽ അന്നദാനം കൊടുത്തിട്ടില്ല. അന്നേ ദിവസം നമുക്കൊരു 108 പേരുടെ അന്നദാനം കൊടുക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. പിന്നെ വേറെ നമ്മുടെ തിരുപ്പതി യാത്ര ബുക്കായി. 25 ഞാൻ പറഞ്ഞത്, 30 ക്ലോസ് ചെയ്തു. അപ്പം മഞ്ജരീസിൻ്റെ ആദ്യത്തെ തിരുപ്പതി യാത്ര ബുക്കിംഗ് ക്ലോസ് ആയി. പക്ഷെ നിങ്ങളതിൽ വിഷമിക്കേണ്ട. മെസ്സേജ് കുറേ നോക്കാനുണ്ട് മാതാജി, കുറേ നോക്കി, ഇനിയും നോക്കാനുണ്ട്. എല്ലാം കൂടെ ഒരേ ഇരിപ്പിന് നോക്കി തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് തിരുപ്പതി യാത്ര ക്ലോസ് ചെയ്തു. പക്ഷെ നിങ്ങൾ അതുകൊണ്ട് ഫീൽ ചെയ്യേണ്ട. നിങ്ങൾ ഇനിയും വരാൻ താല്പര്യമുള്ളതെങ്കിൽ പേര് തന്നിട്ടോളൂ. നെക്സ്റ്റ് യാത്രയിലേക്ക് ഞാനത് ഉൾപ്പെടുത്താം. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഡേറ്റും പറയാം. ഓക്കെ. തിരുപ്പതി യാത്ര കഴിഞ്ഞാൽ പ്രിയ മാതാജി നേരെ ദിവ്യ മാതാജിക്ക് മെസ്സേജ് ഇടും കേട്ടോ. തിരുപ്പതി യാത്ര കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ സർപ്രൈസ് യാത്ര പ്ലാൻ ചെയ്യുന്നു. സ്ഥലം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഞെട്ടിപ്പോവും. പറയണോ വേണ്ടേ? അതും നിങ്ങളുടെ ഇൻഡിവിജ്വൽ യാത്രയാണ് കേട്ടോ. നമുക്കങ്ങനെ പാക്കേജ് യാത്ര ഒന്നും തന്നെ മഞ്ജരീസിലോ. സൂപ്പർ. ഒന്നും തന്നേമോ. പനീർ ഈ സൈസിലാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് ആ മസാല തേച്ച് വയ്ക്കും. വൃന്ദാവനമല്ല, മൂകാംബിക എന്തായാലും നമ്മൾ പോകുന്നുണ്ട്. അതുപോലെ കന്യാകുമാരി ദേവിയെ കാണാൻ പോകുന്നുണ്ട്. വൃന്ദാവന യാത്രയൊക്കെ ഉണ്ട്. പക്ഷെ തിരുപ്പതി യാത്ര കഴിഞ്ഞ ഉടനെ നമ്മളൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. തിരുപ്പതി യാത്ര കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്, ഇന്നാണ് ഞാൻ പഴനിയൊക്കെ നമ്മൾ പെട്ടെന്നൊന്ന് പോകണമെന്ന് വിചാരിക്കുമ്പോൾ 5 ദിവസം കൊണ്ട് 6 ദിവസം കൊണ്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഒരു പോക്ക് പോകും. കാരണം നിങ്ങളുടെ ആരുടെ അടുത്തും ഞാൻ പേയ്മെൻറ്റ് വാങ്ങിക്കില്ല. നമ്മളുടെ ട്രെയിൻ ടിക്കറ്റ് പേയ്മെൻറ്റ് അത് മാത്രം എനിക്ക് തരിക. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, നമ്മൾ ഒരുമിച്ച് യാത്ര പോകുന്നു, ഒരുമിച്ച് ബസ് ഫെയറെല്ലാം എടുക്കുന്നു, നമ്മൾ ഒരുമിച്ച് തന്നെ വണ്ടിയുടെ ഒക്കെ പേ ചെയ്യുന്നു, നമ്മൾ ഒരുമിച്ച് തന്നെ ഹോട്ടൽ പേ ചെയ്യുന്നു. ജഗന്നാഥുമല്ല, നമ്മൾ പോകാൻ പോകുന്നത് കൈലാസമല്ല. കൈലാസമൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പോണം ആഗ്രഹമുണ്ട്. കൈലാസമല്ല, കോലാപ്പൂറും അല്ല. ഇപ്പം പറയണ്ടെന്ന് പറയുന്നു. ഉടുപ്പിയിൽ വരുന്നുണ്ട്. പത്മനാഭനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നല്ലേ. ബദരിയുമല്ല. നമ്മൾ പോകുന്നത് കുരുക്ഷേത്ര. കാളഹസ്തി ഇപ്പം തിരുപ്പതി പോകുമ്പോൾ പോവും. നമ്മളെല്ലാവരും ചേർന്ന് പോകുന്നത് കുരുക്ഷേത്ര. ഹാപ്പി? പോകാം നമുക്ക്. മാക്സിമം ഒരു 2 മാസം കൂടുമ്പോൾ ഇങ്ങനെയുള്ള ദൂരയാത്രകളൊക്കെ 2 മാസം കൂടുമ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാം. കാരണം കുരുക്ഷേത്രയിലുള്ള അത് നമ്മൾ സംസാരിച്ചു. ഇന്ന് അവിടുത്തെ ഗൈഡുമായിട്ടൊക്കെ സംസാരിച്ചു. കൊണ്ടുപോകാമല്ലോ, ഗൈഡുമായിട്ട് സംസാരിച്ചു. നമുക്ക് തൃശ്ശൂരിൽ നിന്ന് യാത്ര പോകാം. നമുക്ക് ടിക്കറ്റ് ഒരുമിച്ച് ബുക്ക് ചെയ്യാം. പിന്നെ ഫുഡൊക്കെ നിങ്ങൾ തന്നെ വണ്ടിയിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുക. അവിടെ ചെല്ലുമ്പോൾ നമ്മളൊരു 3 പേര് വെച്ച് റൂം ഷെയർ ചെയ്യാം. അതാത് റൂമിൻ്റെ എമൗണ്ട് അതാത് ഹോട്ടലിൽ നിങ്ങൾ തന്നെ പേ ചെയ്യുക. മീൻസ് ആ ഹോട്ടലിൽ അതാത് റൂമിൻ്റെ എമൗണ്ട് നിങ്ങൾ തന്നെ പേ ചെയ്യുക. അവിടെ കഴിക്കുന്ന ഫുഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നിങ്ങൾ വാങ്ങിച്ച് കഴിക്കുക. നമ്മളെല്ലാവരും ഒരുമിച്ച് പോകുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ. അതുകൊണ്ട് സൂപ്പർ. അപ്പം അതുകൊണ്ട് മസാല തേച്ചു കേട്ടോ. കുരുക്ഷേത്രയിലേക്കാണ് പോകുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാനുള്ള സ്ഥലങ്ങളെക്കുറിച്ച് ഞാനൊരു ഫ്രീസറിൽ വെച്ചു. അവിടെ നിങ്ങൾക്ക് കാണാനുള്ള സ്ഥലങ്ങളെക്കുറിച്ചൊരു വിവരണം ഞാനിപ്പോൾ തരാം. കുരുക്ഷേത്രയിൽ
കാരണം മഹാഭാരതം കഥ കേട്ടുകൊണ്ടിരിക്കില്ലേ നിങ്ങൾ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുരുക്ഷേത്രയിൽ പോകുമ്പോൾ ഒരു ഇഷ്ടം ഉണ്ടാവില്ലേ? അങ്ങനെയാണ് ഞാനിന്ന് കുരുക്ഷേത്രയിൽ വിളിച്ച് സംസാരിച്ച് എല്ലാം റെഡിയാക്കിയത്. അപ്പം ഓക്കെ, ഒരു മിനിറ്റ്, ഇപ്പം തരാം. ഒരുപാട് എന്താ പറയുക, ഹരിയാനയിലാണ് കുരുക്ഷേത്രം. ഓക്കെ, ഒത്തിരി സ്ഥലങ്ങൾ അവിടെ നമുക്ക് കാണാനുണ്ട്, ഒരുപാട് സ്ഥലം കാണാനുണ്ട്. അവിടെ എന്താ പറയുക, ഇപ്പോഴും റെഡ് സോയിലാണ്, അവിടെ ചുമന്ന കളറുള്ള മണ്ണാണ് കുരുക്ഷേത്രയിൽ. അപ്പം അവിടെ നമുക്ക് അത്രയും യുദ്ധം നടന്നിട്ടുണ്ടല്ലോ അവിടെ. അപ്പം ഇന്ത്യയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് കുരുക്ഷേത്രയുടെ ചരിത്രത്തിനും. അപ്പം അത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഹരിയാനയിലാണ്. ഓക്കെ, അപ്പം ഹരിയാനയിൽ പോയിട്ട് നമ്മൾ കാണുമ്പോൾ അവിടെ ഹാരപ്പൻ സംസ്കാരം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, അതിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിലുള്ള കുറേ സംഭവങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണാം. കാരണം ഇത് 1700 BC 1800 BC ആ സമയങ്ങളിലൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഏകദേശം. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ഒത്തിരി സംഭവങ്ങൾ നമുക്ക്, ഞാൻ പറഞ്ഞ് നിങ്ങളുടെ ഇതൊന്നും ചെയ്യുന്നില്ല, അവിടെയുള്ള കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. പ്ലേസസ് ഞാൻ പ്രത്യേകം ഇപ്പം പറയുന്നില്ല, പ്ലേസസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ എനിക്ക് എടുക്കാനുണ്ട്. ഹരിയാനയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കുറേ സംഭവങ്ങൾ കാണാം. ഓക്കെ, സൂപ്പർ. നമ്മൾ അരക്കില്ലം ചുട്ടു എന്നൊക്കെ പറയുന്നില്ലേ, അത്, പിന്നെ പാണ്ഡവന്മാർ വെള്ളം കുടിച്ച കിണർ, അങ്ങനെ കുറേ സംഭവങ്ങൾ. പിന്നെ ഗീത ഉപദേശം നടന്ന സ്ഥലം, അർജുനന് ഗീത ഉപദേശം നടന്ന സ്ഥലം, അത് ഒക്കെ കാണാം നമുക്കവിടെ. എനിക്ക് അവിടെ നിന്ന് അവരൊരു ലിസ്റ്റ് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്ലേസസിൻ്റെ. അപ്പം ക്യാഷ് എന്ന് പറഞ്ഞിട്ടൊന്നും പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് നമ്മൾ ഒരുമിച്ച് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാലൻസ് എല്ലാം തന്നെ നമ്മൾ തന്നെ പേ ചെയ്യുന്നു, നമ്മൾ തന്നെ റൂം എടുത്തിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ഹോട്ടലിൽ താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ തരത്തിലുള്ള എക്സ്പെൻസുകൾ കാര്യങ്ങളൊന്നുമില്ല. ഹരിയാനയിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു 2200-300 ഒക്കെ വരും എന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ 3rd AC-ക്ക് റെയിൽവേയിൽ നമ്മൾ അന്വേഷിച്ച് അറിയാൻ പറ്റും. അപ്പം ആ എമൗണ്ട് തന്നെ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ, വേറെ ഒന്നും മേടിക്കുന്നില്ല. അങ്ങനെ നമ്മളെല്ലാവരും കൂട്ടമായി ഷെയർ ചെയ്ത് ഒരു ഫ്രണ്ട്സുകൾ പോകുന്നത് പോലെ പോകുന്നു. സൂപ്പർ അല്ലേ? ഇഷ്ടമായില്ലേ? അങ്ങനെയാണ് നമ്മുടെ മഞ്ജരീസിൻ്റെ യാത്രകളെല്ലാം. അല്ലാതെ പാക്കേജ് യാത്രകളൊന്നും മഞ്ജരീസിലില്ല. ഒരു പാക്കേജ് യാത്രയില്ല. കാരണം ഞാൻ നിങ്ങളോടിപ്പം പാക്കേജ് പറഞ്ഞ് 3 നേരത്തെ ഫുഡിൻ്റെ കാശൊക്കെ മേടിച്ച് വെച്ചിട്ട് എന്താ പറയുക, രാത്രി ഒരാൾ പറയണേ എനിക്ക് വേണ്ട ഫുഡ് എന്ന് പറഞ്ഞാൽ ആ ഫുഡിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് വേസ്റ്റായി. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ യാത്രയാകുമ്പോൾ നമുക്ക് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാനൊന്നും ഇഷ്ടമുണ്ടാവില്ല. വല്ല ഫ്രൂട്ട്സോ കാര്യങ്ങളോ വെള്ളമോ അങ്ങനെയൊക്കെ കഴിക്കാനേ നമുക്ക് ഇഷ്ടമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വെറുതെ ആ എമൗണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വാങ്ങി വെച്ച് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ച് നമ്മളെ പോലെ നമ്മളുടെ എന്താ പറയുക, നമ്മൾ അങ്ങനെ നമ്മൾ പോകുന്നു. ഓക്കെ, ഓ അത് ശരി, ഇത് റെഡ് അല്ലേ, നമുക്ക് അങ്ങനെ പോവാം കേട്ടോ. ഷീന മാതാജി കേട്ടില്ല, നേരം വൈകി വന്നിട്ടാണ്, സാരമില്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ക്ലാസ് കർണ ദുര്യോധന സംവാദം. എന്താണ് കർണനും ദുര്യോധനനും തമ്മിൽ സംസാരിച്ചതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ യുദ്ധത്തിൻ്റെ നമ്മൾ പറഞ്ഞില്ലേ, ലാസ്റ്റത്തെ ക്ലാസ് ഓർമ്മയുണ്ടോ? കർണൻ സേനാധിപതി ആയതിനു ശേഷം ഉള്ള ആദ്യത്തെ യുദ്ധം അവസാനിച്ചു. കർണൻ സേനാധിപതി ആയതിനു ശേഷമുള്ള ആദ്യത്തെ യുദ്ധം അവസാനിച്ചു. അങ്ങനെ അടുത്ത ദിവസത്തെ യുദ്ധത്തെ പറ്റി ആലോചിക്കാൻ വേണ്ടി എല്ലാവരും രാത്രി എവിടെ എത്തി? ദുര്യോധനന്റെ അടുത്തെത്തി. ഒരു മിനിറ്റ് കേട്ടോ, ഒന്നും വിചാരിക്കല്ലേ. ബിന്ദുമ്മ കിച്ചണിൽ എന്താ പണി? ഇങ്ങോട്ട് വന്നേ. ഞാൻ ക്ലാസ് എടുക്കാനിരുന്ന അപ്പം എന്തെങ്കിലും തോണ്ടാൻ വേണ്ടി കിച്ചണിൽ കയറും. എവിടെ? അവിടെ ഇരുന്നോട്ടാ, ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തോളാം. അവിടെ ഇരുന്നോളൂ, അവിടെ ഇരുന്നാൽ മതി. അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയേ ഉള്ളൂ. ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് കയറി എല്ലാ പണിയും തീരും. അവിടെ അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കുക. അങ്ങനെ ഇപ്പോൾ പോയിട്ട് അടുക്കളയിൽ പണിയെടുക്കേണ്ട ആവശ്യമില്ല. അതിന് മാത്രമുള്ള പണിയൊന്നും ഇവിടെ ഇല്ല. ഞാനും അമ്മും കൂടെ കയറി കഴിഞ്ഞാൽ 5 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ.
അപ്പം അടുത്ത ദിവസത്തെ യുദ്ധത്തെ പറ്റി ആലോചിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും രാത്രി എവിടെ എത്തി? ദുര്യോധനന്റെ അടുത്തെത്തി. ഓക്കെ, രാജാവിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് കർണൻ പറയാണ്, ആരാ രാജാവ്? ദുര്യോധനൻ. ദുര്യോധനനാകെ ടെൻഷനുണ്ട്. ദ്രോണാചാര്യരും കൂടെ മരിച്ചപ്പോഴേക്കും ദുര്യോധനനാകെ ഒരു ഉള്ളിലൊരു ടെൻഷൻ വന്നു. എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട്. അപ്പോഴാണ് നമ്മുടെ കർണൻ സേനാധിപതിയാവുന്നത്. അങ്ങനെ കർണൻ സേനാധിപതിയായ ദിവസത്തെ ആദ്യത്തെ യുദ്ധം കഴിഞ്ഞു. ഈ സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പൊ ആദ്യത്തെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ദുര്യോധനനെ എല്ലാവരും ഒന്ന് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ സമാധാനിപ്പിക്കുന്ന കൂട്ടത്തില് കർണൻ ഒരു കാര്യം പറഞ്ഞു ദുര്യോധനനോട്. എന്താണെന്നറിയോ? നാളെ ഞാൻ അർജുനനോട് ശരിയായ രീതിയിൽ യുദ്ധം ചെയ്യാൻ പോവുകയാണ്. എന്താ പറഞ്ഞത്? നാളെ ഞാൻ അർജുനനോട് ശരിയായ രീതിയിൽ യുദ്ധം ചെയ്യാൻ പോവുകയാണെന്ന്. ആര് യുദ്ധം ചെയ്യാൻ പോകുന്നു? നമ്മുടെ കർണൻ. ആരോട് യുദ്ധം ചെയ്യാൻ പോകുന്നു? അർജുനനോട് യുദ്ധം ചെയ്യാൻ പോകുന്നു. എല്ലാവരും ലൈവ് ഷെയർ ചെയ്യണം കേട്ടോ. നാളെ യുദ്ധം അവസാനിക്കുന്നതിന് മുൻപ് ഞാൻ അർജുനനെ കൊല്ലും. കർണൻ പറയാണ്, എന്ത് നല്ല നടക്കാത്ത മോഹം അല്ലേ? എന്നാലും പോട്ടെ, അതിൻ്റെ ഒരു ആഗ്രഹമല്ലേ, പറഞ്ഞോട്ടെ. അപ്പൊ പറയാണ്, നാളെ യുദ്ധം അവസാനിക്കുന്നതിന് മുൻപ് ഞാൻ അർജുനനെ കൊല്ലുമെന്ന് പറഞ്ഞു. ഓക്കെ, എന്തായാലും അർജുനനെ കൊല്ലും എന്നുള്ള കാര്യം തീരുമാനമായി. ചിരിക്കണ്ട കേട്ടാ, അവിടെ ഇരിക്കേ. ഒരു ജോലിക്കാരി വന്നിരിക്കണം. പിന്നെ അടുക്കളയിൽ നിന്ന് പിടിച്ചു കെട്ടി ഇരുത്തിയനാണ് ഈ ഇരിപ്പിരിക്കുന്നത്. അവിടെ ഇരിക്കും. അപ്പൊ കർണൻ പറയാണ്, നാളെ യുദ്ധം അവസാനിക്കുന്നതിനേക്കാൾ മുൻപേ ഞാൻ അർജുനനെ കൊന്നിരിക്കുന്നു പറയാണ്. അവനെ വധിക്കാതെ ഞാൻ പിൻവാങ്ങുകയില്ല. ആരാ പറയുന്നത്? കർണൻ പറയാണ്, അവനെ വധിക്കാതെ ഞാൻ പിൻവാങ്ങില്ല. ആരെ? അർജുനനെ. അല്ലെങ്കിൽ പാർത്ഥൻ എന്നെ വധിക്കണം. മനസ്സിലായോ? ഒന്നുകിൽ കർണൻ അർജുനനെ വധിക്കും, ഇല്ലെങ്കിൽ അർജുനൻ കർണനെ വധിക്കണം എന്ന്. എന്തായാലും കർണൻ കൊല്ലും തന്നെയാണ് പറയുന്നത്. നാളെ രണ്ടു പേരും ഒരുമിച്ച് ജീവിച്ചിരിക്കില്ല. കർണൻ പറയാണ്, ഞാനും അവനും ഒരുമിച്ച് നാളെ ജീവിച്ചിരിക്കില്ല. ഞാൻ അവനെ കൊന്നിരിക്കും. ഇനി അവനെ ഞാൻ കൊല്ലണ്ട എങ്കിൽ അവൻ എന്നെ കൊല്ലണം. കർണൻ പറയാണ് കേട്ടോ, ഞാനും അർജുനനും എല്ലാം കൊണ്ടും തുല്യരാണ്. അവന്റെ കയ്യിൽ ഗാണ്ഡീവമുള്ളതുപോലെ എൻ്റെ കയ്യിൽ വിജയം എന്ന് പറയുന്നൊരു വില്ലുണ്ട്. എന്താ പറഞ്ഞത്? അർജുനന്റെ കയ്യിൽ ഗാണ്ഡീവമുള്ളതുപോലെ എൻ്റെ കയ്യിൽ വിജയം എന്ന് പറയുന്ന വില്ലുണ്ട്. നമ്മുടെ കർണന്റെ കയ്യിലുള്ള വില്ലിന്റെ പേരെല്ലാവരും ഓർത്ത് വെക്കണം, വിജയം. അർജുനന്റെ കയ്യിലോ? ഗാണ്ഡീവം. അപ്പം അർജുനന്റെ കയ്യിൽ ഗാണ്ഡീവമുള്ളതുപോലെ എൻ്റെ കയ്യിൽ വിജയമുണ്ട്. തേരും കുതിരകളെല്ലാം എനിക്കുള്ളത് പാർത്ഥനുള്ളതിനേക്കാൾ മെച്ചപ്പെട്ടതാണ്. പാർത്ഥനുള്ളതിനേക്കാൾ നല്ല തേരും നല്ല കുതിരകളുമാണ് എൻ്റെ കയ്യിലുള്ളത്. ആര് പറയുന്നു? കർണൻ പറയാണ്. യുദ്ധ സാമർത്ഥ്യത്തിലും അവൻ എന്നേക്കാൾ താഴെയാണ്. ഈ കർണൻ ഒരു വിഡ്ഢിയാണോ എന്ന് ഞാൻ ആലോചിച്ച് പോവാണ് ഇപ്പം. എന്താ ഈ പറയണല്ലേ? ആരോട് കോമ്പറ്റേറ്റ് ചെയ്യുന്നു? കൃഷ്ണനോടൊപ്പം നിൽക്കുന്ന അർജുനനെ. പറയാണ് കർണൻ, യുദ്ധ സാമർത്ഥ്യത്തിലും അവൻ എന്നേക്കാൾ താഴെയാണെന്ന്. ഈ കർണൻ എത്ര പ്രാവശ്യം ഓടി ഒളിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടില്ലേ മത്സ്യരാജാവിന്റെ ആ ഒരു യുദ്ധം ഉണ്ടായ സമയത്ത് കർണനൊക്കെ ഓടി രക്ഷപ്പെട്ടത്. അപ്പോഴും അർജുനനെ പേടിച്ചിട്ടാണ് ഇവർ ഓടിപ്പോയത്. എന്നിട്ട് പറയാണ്, യുദ്ധ സാമർത്ഥ്യത്തിലും അവൻ എന്നേക്കാൾ താഴെയാണ്. എന്നാൽ എനിക്കുള്ള ഒരേ ഒരു കുറവ്, പാർത്ഥന് കൃഷ്ണൻ എന്ന പോലെ ഒരു സാരഥി എനിക്കില്ല. അതിലെങ്കിലും ഒരു ബോധം ഈ കർണന് വന്നു. എന്താ പറയുന്നത്? എന്നാൽ എനിക്കുള്ള ഒരേ ഒരു കുറവ്, പാർത്ഥന് കൃഷ്ണൻ എന്ന പോലെ ഒരു സാരഥി ഇല്ല എന്നുള്ളതാണ്. അതെങ്കിലും കർണൻ മനസ്സിലാക്കി. അതാണ് ഏറ്റവും വലിയ കാര്യം. മനസ്സിലായില്ലേ? അതാണ് ഏറ്റവും വലിയ കാര്യം. ക്ഷീരമാതാചാര്യ, ഞാനൊന്നും കേട്ടിട്ടില്ല, പക്ഷെ ഹരിയാനാന്ന് കേട്ടു. ഞാൻ വരികയാണെന്ന്. പോരെ, പോകാം നമുക്ക് എല്ലാവർക്കും കൂടെ. അപ്പൊ പറയാണ്, എന്താണ്? ത്രൈലോക്യ പൂജിതനായിരിക്കുന്ന കൃഷ്ണൻ. എന്താണ്? ത്രൈലോക്യ പൂജിതനായ കൃഷ്ണൻ അർജുനന്റെ തേര് തളിക്കുന്നത് പോലെ എൻ്റെ തേര് തളിക്കാൻ ഒരാളെ കിട്ടുകയാണെങ്കിൽ ഞാൻ നാളെ തന്നെ അർജുനന്റെ കഥ കഴിക്കാമെന്ന്. 3 ലോകങ്ങളും പൂജിക്കുന്ന ഒരാളാണ് കൃഷ്ണൻ എന്നപ്പ കർണൻ അറിയാം അല്ലെ? എന്നിട്ട് ഈ 3 ലോകങ്ങളും പൂജിക്കുന്ന കൃഷ്ണനെ പോലത്തെ ഒരാളെ എനിക്ക് കിട്ടിയാൽ ഞാൻ നാളെ തന്നെ
ആരെ കൊല്ലും? അർജുനനെ കൊല്ലുന്നു. ആരെ കൊല്ലുക? ആര് കൊല്ലും? ആര് കൊല്ലും? ആണോ? അയ്യോ. അപ്പൊ പറയാണ്, മറ്റേ കൃഷ്ണനെ പോലത്തെ ഒരാളെ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എന്തായാലും അർജുനനെ നാളെ കൊല്ലുന്നു പറയാണ്. ശൂരവീരനായ ശല്യനുണ്ടല്ലോ, അവൻ കൃഷ്ണന് തുല്യനായ സാരഥിയാണെന്ന്. അതെ, ബിന്ദുമ്മേനോടാ ചോദിച്ചത്. എന്താ പറഞ്ഞത്? ശൂരവീരനായ ശല്യനുണ്ടല്ലോ, ആ ശല്യൻ കൃഷ്ണന് തുല്യനായിരിക്കുന്ന ഒരു സാരഥിയാണെന്ന് കർണൻ പറയുന്നു. നാരായണ നാരായണ. ഇതിനപ്പുറത്തേക്ക് എന്താ പറയേണ്ടത്? ഇതേ കർണൻ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്? എന്തെന്ന്? കൃഷ്ണൻ ത്രൈലോക്യ പൂജിതനാണെന്ന്. കഴിച്ചോ? വേണ്ട. അടുക്കളയിൽ പോകരുത്, അടുക്കളയ്ക്ക് പ്രവേശനമില്ല. അപ്പൊ പറയാണ്, ശൂര്യവീരനായിരിക്കുന്ന ശല്യർ, അദ്ദേഹം കൃഷ്ണന് തുല്യനായിരിക്കുന്ന സാരഥിയാണെന്ന്. ആലോചിച്ച് നോക്കണം. അയാളെ സാരഥിയായി കിട്ടുകയാണെങ്കിൽ നിഷ്പ്രയാസം എനിക്ക് അർജുനനെ വധിക്കാൻ സാധിക്കുന്നു. ശല്യനെ കൂടി കിട്ടിക്കഴിഞ്ഞാലേ, കൃഷ്ണനെ പോലെ ശൂര്യവീര പരാക്രമിയാണെന്ന് ശല്യൻ. അപ്പൊ ശല്യനെ കിട്ടിക്കഴിഞ്ഞാല് എന്താ പറയുന്നത്? അർജുനനെ വധിക്കാൻ വളരെ എളുപ്പമാണെന്ന്. യെസ്, റെസ്ട്രിക്റ്റഡ് ഏരിയ. ശത്രുക്കൾക്ക് നേരിടാൻ അസാധ്യനായിരിക്കുന്ന ശല്യർ എൻ്റെ സാരഥിയാകുകയേ വേണ്ടൂ. ശത്രുക്കൾക്കൊക്കെ ശല്യറെ പേടിയാണെന്ന്. ശല്യറെ ഉപമിക്കുന്നു ആരോട്? കൃഷ്ണനോട്. ആര്? കർണൻ. അപ്പൊ തന്നെ കർണന്റെ ബുദ്ധിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ പറയാണ്, എന്താണ്? ശല്യറിനെ സാരഥിയായി കിട്ടിയാ മതി, അർജുനനെ അങ്ങ് കൊന്നേക്കാന്ന്. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നാൽ പിന്നെ കൃഷ്ണാർജുനന്മാരൊരു വിഷയമേ അല്ലാന്ന്. ആരാ പറയണേന്നറിയോ? കർണൻ. ഞാനും ശല്യരും കൂടെ ചേർന്നാൽ കൃഷ്ണനും അർജുനനൊന്നും ഒരു മാറ്ററേ അല്ല. ആർക്ക്? കർണന്. കൃഷ്ണന് അശ്വഹൃദയം അറിയുന്നത് പോലെ ശല്യന് ഹയജ്ഞാനവുമുണ്ട്. കൃഷ്ണന് അശ്വഹൃദയം അറിയാം, അതേപോലെ ശല്യന് ഹയജ്ഞാനവുമുണ്ട്. ബാഹുവീര്യത്തിലും മദ്രരാജാവ് അതുല്യനാണ്. മദ്രരാജാവ് ആരാണ്? ശല്യർ. അപ്പൊ പറയാണ്, ബാഹുവീര്യത്തിലും മദ്രരാജാവ് അതുല്യനാണ്. അതുകൊണ്ട് ഈ കാര്യമൊന്നും സാധിച്ചു തരാൻ അത്ര വലിയ വിഷയമല്ല രാജാവേ. അർജുനനെ കൊല്ലുക, കൃഷ്ണനെ കൊല്ലുക, അതൊക്കെ വളരെ നിസ്സാരം. അതൊക്കെ എനിക്ക് അങ്ങോട്ടേക്ക് എന്താ പറയാ, ആ ശല്യറിൽ നിന്ന് കിട്ടിയാൽ മതി, ബാക്കി ഞങ്ങൾ ഏറ്റു എന്ന് പറയാണ്. ഓക്കെ വനജ മാതാജി, പോയിട്ട് വാ. അതാണ് ഇപ്പോ ചെയ്യേണ്ടത്. ശല്യരെ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാ മതി, അതാണ് ഇപ്പൊ ചെയ്യേണ്ടത്. അത് സാധിക്കുകയാണെങ്കിൽ നാളെ വിജയം ദുര്യോധന മഹാരാജാവിന് തന്നെയാണ്, വേറെ ആർക്കുമല്ല. ശല്യരെ ഒന്ന് കിട്ടിയാൽ നാളത്തെ വിജയം ദുര്യോധന മഹാരാജാവിന് തന്നെയാണ്, വേറെ ആർക്കുമല്ല എന്ന് പറയാണ്. ദുര്യോധനൻ അത് കേട്ടപ്പോ സന്തോഷത്തോടെ പറഞ്ഞു, കർണ, ഞാൻ ഭവാൻ പറഞ്ഞതുപോലെ ചെയ്യാം. ശല്യർ തേരാളിയാകും, മറ്റെല്ലാവരുടെയും സഹായവും ഭവാൻ ഉണ്ടാകും. ഇത് കേട്ടപ്പോഴത്തേക്കും കർണൻ അങ്ങ് ഭയങ്കര ഹാപ്പി. കാരണം മഹാരാജാവല്ലേ പറഞ്ഞത്, ശല്യർ കൂടെ ഉണ്ടാവും, ബാക്കി എല്ലാവരും സഹായത്തിനുണ്ടാവും. ഇനിയിപ്പോൾ എന്താ നോക്കേണ്ടത്? ഭയങ്കര ഹാപ്പി കർണൻ. അങ്ങനെ ദുര്യോധനൻ എന്ത് ചെയ്തു? മദ്രരാജാവായിരിക്കുന്ന ശല്യന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ രാജാവ് പറയാണ് ഇതൊക്കെ കേട്ടപ്പം, നമ്മുടെ സൈന്യത്തിലെ ഭീഷ്മരെയും ദ്രോണരെയും പോലെയുള്ള മഹാരഥന്മാരെല്ലാം മരിച്ചുപോയി. ഇനി നമ്മുടെ പ്രതീക്ഷ മുഴുവൻ കർണനിലാണ്. ഇത്രയും വലിയ വിഡ്ഢിയാണോ ഈ കർണൻ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തൊരു വലിയ വിഡ്ഢിയാണ്. കർണനെ പോലെ ഒരു വിഡ്ഢീനെ ലോകത്ത് കാണാനുണ്ടാവില്ല. പക്ഷെ മദ്രരാജാവായിരിക്കുന്ന ശല്യർക്ക് ബോധമുണ്ട്. ശല്യർ പറയാണ്, എന്താ പറയുന്നത്? നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഭീഷ്മരും ദ്രോണരും എല്ലാവരും പോയി. അതേ ദിവ്യ, എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. കൃഷ്ണനെ അർജുനനെയും വധിക്കാൻ കർണൻ പറയാണ്, ശല്യരെ കിട്ടിയാൽ മതി സാരഥിയായിട്ടെന്ന്. ആഹാ, നടന്നു തന്നെ. അപ്പൊ അർജുനൻ, കൃഷ്ണൻ, അങ്ങനെയുള്ള അർജുനന് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സാരഥിയെ കിട്ടുകയാണെങ്കിൽ നാളെ തന്നെ പാർത്ഥനെ കൊന്ന് യുദ്ധം അവസാനിപ്പിക്കാം.
അത് അതിലും വലിയ വിഡ്ഢി. അല്ലാണ്ട് എന്താ പറയാ, ശല്യർ പറയാണ് കൃഷ്ണന് അർജുനനാണല്ലോ സാരഥിയായി, അല്ല പാർത്ഥന് കൃഷ്ണനാണല്ലോ സാരഥിയായിട്ടുള്ളത്. കുഴപ്പമില്ല, ഞാനും വരാം, നമുക്ക് നാളെ തന്നെ അങ്ങോട്ട് യുദ്ധം അവസാനിപ്പിക്കാന്ന്. ആരെ? അർജുനനെ കൊന്നിട്ട് നാളെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിച്ച് കളയാന്ന്. കൃഷ്ണനെ പോലെ നമ്മുടെ പക്ഷത്ത് ഹയജ്ഞാനം അറിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ. ആരാണ്? ശല്യർ. കൃഷ്ണനാണെങ്കിലോ എന്താ പറയാ, അശ്വഹൃദയം അറിയാം. അപ്പം ആർക്ക്, മറ്റേ ശല്യർക്ക് എന്തറിയാം? ഹയജ്ഞാനം അറിയാം. ഒന്ന് ആലോചിച്ച് നോക്കണേ. അങ്ങയെപ്പോലെ കർണനെ നയിക്കാൻ മറ്റൊരാളില്ല. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ദുര്യോധനൻ. ശല്യരെ അങ്ങ് പൊക്കി വെക്കുകയാണ്. കൃഷ്ണൻ അശ്വഹൃദയം അറിയാം, അപ്പൊ അങ്ങേക്ക് ഹയജ്ഞാനം അറിയാം, അങ്ങയെപ്പോലെ മറ്റൊരാളില്ല, അങ്ങ് തന്നെ ആയിരിക്കണം നമ്മുടെ കർണന്റെ സാരഥി. എന്നാൽ പിന്നെ കർണനെ വളരെ ഈസി ആയിട്ട് എളുപ്പം തന്നെ അങ്ങോട്ടേക്ക് കൃഷ്ണനെയും തട്ടിക്കളയാം, അർജുനനെയും തട്ടിക്കളയാം എന്ന് പറയണേ. അതുകൊണ്ട് അങ്ങ് നാളെ തന്നെ നമ്മുടെ കർണന്റെ സാരഥിയായി പോണം കേട്ടോ എന്ന്. നല്ല കഥയായി. അത് കേട്ടപ്പോഴേക്കും നമ്മുടെ ശല്യർ അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു. എന്നിട്ട് പറയണ, തന്നെ പോലെ ശത്രു സംഹാരത്തിന് കഴിവുള്ള മഹാരഥനായിരിക്കുന്ന ഒരു ക്ഷത്രിയനെ കർണന്റെ സാരഥിയാക്കുക എന്നത് വലിയൊരു അപമാനമാണ്. എന്താ പറയാ ഈ ശല്യനെ കൊണ്ട്? ശല്യർ നോക്കുമ്പോഴോ, ഞാൻ കർണന്റെ സാരഥിയായിട്ട് പോവേ, ഞാൻ ഭയങ്കര വലിയൊരു എന്താ പറയാ, ആയുധമുറകളെല്ലാം അറിയുന്ന വലിയൊരു യുദ്ധം ചെയ്യാൻ കഴിവുള്ള മഹാരഥനായ ഒരു ക്ഷത്രിയനല്ലേ ഞാൻ. അപ്പൊ എന്നെ വെറും ഒരു സാരഥിയായിട്ടാണോ ഇവര് കൊണ്ടുപോകുന്നത്? അതും കർണന്റെ സാരഥി. ഇതാണ് ശല്യരുടെ ഉള്ളില്. ചിന്തിക്കണം. അത് പറ്റില്ല, അതെനിക്ക് ഭയങ്കര അപമാനമാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ സാരഥിയായിട്ടൊന്നും പോകാൻ പറ്റില്ല. ഞാൻ വേണമെങ്കിൽ സേനാധിപതി ആവാന്ന്. ആർക്ക് നേരെ? കൃഷ്ണന്റെ അർജുനന്റെ നേരെ. എങ്കിലും ദുര്യോധനൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മാവ അങ്ങനെയല്ല, അമ്മാവ ഇങ്ങനെയാണ് അമ്മാവ. കാരണം ശല്യർ ദുര്യോധനന്റെ അമ്മാവനാണ്. ഞാൻ അങ്ങനെ പറയല്ല അമ്മാവ, ഇങ്ങനെ പറയല്ല അമ്മാവ, ഒന്ന് പോകണം, കർണന്റെ കൂടെ ഒന്ന് പോകണം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ദുര്യോധനൻ ശ്രമം നടത്തുകയാണ് കർണന്റെ സാരഥിയായിട്ട് ശല്യർ പോവാൻ വേണ്ടിയിട്ട്. ശല്യർക്കാണെങ്കിൽ ഭയങ്കര അപമാനം. ഒരു പീറ ചെക്കന്റെ സാരഥിയായിട്ട് ഞാൻ പോവും, എന്നോ നെവർ, നടക്കില്ല കർണന്റെ മറ്റേ ശല്യരുടെ ഭാഗത്തുനിന്ന്. പക്ഷേ ദുര്യോധനനാണെങ്കിലോ, എങ്ങനെയെങ്കിലും ഒന്ന് ഇതിനെ സാരഥിയാക്കി കിട്ടിയാലേ ആ അർജുനന്റെ കഥ കഴിക്കാൻ പറ്റൂ. അർജുനനെയും കൊല്ലണം, കൃഷ്ണനെയും കൊല്ലണം, ഇങ്ങനെ 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 ഇവരുടെ ഉള്ളിൽ വിപരീത ചിന്താഗതിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദുര്യോധനന്റെ നമ്പർ പറഞ്ഞു കൊടുക്കുക. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. മാതാജി എത്ര പേരാ? ഹലോ, എത്ര പേരാ മാതാജി? ഓക്കെ ഓക്കെ, ഇപ്പൊ വന്നോണ്ടിരിക്കുകയാണോ മാതാജി? ഒരു നമ്പർ പറഞ്ഞ അതിലേക്ക് ഒന്ന് വിളിക്കോ. 98468. ഈ നമ്പർ ഇപ്പൊ ഒന്ന് എഴുതിയെടുത്തോളൂ. അങ്ങനെ ദുര്യോധനനാണെങ്കിലോ സ്തുതിവചനങ്ങൾ കൊണ്ട് അങ്ങോട്ട് എന്താ പറയാ, ദുര്യോധനൻ അങ്ങ് മൂടിക്കളയാണ്. ആരെ? നമ്മുടെ എല്ലാം മറന്നു, ശല്യരെ അങ്ങ് സ്തുതിവചനങ്ങൾ കൊണ്ട് അങ്ങ് പറഞ്ഞ് അങ്ങോട്ടേക്ക് വല്ലാണ്ടായിട്ട് അങ്ങോട്ടേക്ക് എങ്ങനെയെങ്കിലും ദുര്യോധനൻ ശല്യനെ ഇട്ടിട്ട് വായോ അമ്മാവ വാ, കർണൻ എങ്ങനെയെങ്കിലും നമ്മുടെ അർജുനനെ എങ്ങനെയെങ്കിലും കൊല്ലണം, കർണന്റെ സാരഥിയായിട്ട് വാ എന്നും പറഞ്ഞ് അങ്ങ് തുടങ്ങാണ്. ഓരോരുത്തന്മാര് അങ്ങനെ ഈ ദുര്യോധനന്റെ സ്തുതിവചനങ്ങളെല്ലാം കേട്ട് നമ്മുടെ ശല്യർ എങ്ങനെയെങ്കിലും വീണിട്ട് ശല്യർ അവസാനം കർണന്റെ സാരഥിയാവാൻ അങ്ങോട്ട് സമ്മതിച്ചു. സ്തുതിവചനങ്ങളിലാണ് വീണു പോകുന്നത് കേട്ടോ. കർണന്റെ മുമ്പില് ശ്രദ്ധിക്കാത്തതായിരിക്കുന്ന വാക്കുകൾ താൻ പറയുമെന്ന കരാറോടുകൂടിയാണ് ശല്യർ സമ്മതിച്ചത്. ഓക്കെ, കർണന്റെ മുമ്പിൽ ശ്രദ്ധിക്കത്തക്കതായിരിക്കുന്ന വാക്കുകളെല്ലാം പറയും. കർണനോട് ഭയങ്കരമായിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ സാറിടും. ആര്? നമ്മുടെ ശല്യർ. അങ്ങനെ കർണനെയും കൂടെ ഭരിച്ചുകൊണ്ടേ അദ്ദേഹം പോകത്തുള്ളൂ. കർണനാണെങ്കിലോ ആ സാറില്ല. അങ്ങനെ എല്ലാം ദുര്യോധനൻ സമ്മതിച്ചു. ശരി അമ്മാവൻ വന്നാ മതി, അമ്മാവൻ എന്ത് വേണമെങ്കിലും കർണനെ പറഞ്ഞോ, കർണന്റെ സാരഥിയായിട്ടൊന്ന് പോയാ മതി എന്നും പറഞ്ഞാണ് നമ്മുടെ ദുര്യോധനൻ ഈ ശല്യരെ സമ്മതിപ്പിക്കുന്നത്. അങ്ങ് ഞങ്ങളുടെ സൈന്യത്തിലെ ഏറ്റവും വലിയ യോദ്ധാവാണ്,
കർണന്റെ തേരാളി എന്ന നിലയ്ക്കല്ല ഞാനിപ്പോൾ അങ്ങയുടെ അടുത്ത് വന്ന് പറഞ്ഞിരിക്കുന്നത്. അർജുനനെ കൃഷ്ണൻ എങ്ങനെയാണോ രക്ഷിക്കുന്നത് അതേപോലെ കർണനെ രക്ഷിക്കാൻ അശ്വഹൃദയം അറിയുന്ന അങ്ങേക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. കർണൻ ഒരു ചെറിയൊരു വ്യക്തി, അങ്ങേക്ക് മുമ്പിൽ ഒന്നുമല്ല കർണൻ. അങ്ങേ ഞാൻ വിളിക്കുന്നത് ഇപ്പം യുദ്ധം ചെയ്യാനല്ല, കൃഷ്ണൻ എങ്ങനെയാണോ അർജുനന് വഴി കാണിച്ചു കൊടുക്കുന്നത് അപ്പം അതേപോലെയാണ് അങ്ങ് വഴി കാണിക്കേണ്ടത്, അതിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ശല്യനെ അങ്ങ് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദുര്യോധനൻ. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴേക്കും പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ടേക്ക് ബോധം വന്നു ശല്യർക്ക്. അപ്പൊ എന്നെ അത്ര നിസാരക്കാരനായിട്ടല്ല ഇവരൊന്നും കാണുന്നത്, ഞാൻ കുറച്ച് വലിയ സംഭവമായിട്ടാണ് കാണുന്നതെന്ന് ശല്യർക്കും ബോധ്യമായി. അങ്ങനെ ശല്യർ കർണന്റെ കൂടെ സാരഥിയായിട്ട് പോകാമെന്ന് ഉറപ്പ് കൊടുത്തു. ത്രിപുരന്മാരെ കൊല്ലുവാൻ പുറപ്പെട്ടപ്പോൾ ശ്രീ പരമേശ്വരനേക്കാൾ വലിയ ഒരാൾ തേരാളിയായി വരണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടാണല്ലോ ബ്രഹ്മാവ് തേരാളിയായത്. എന്താ പറയുന്നത്? ത്രിപുരന്മാരെ കൊന്നൊരു കഥയുണ്ട്, അത് നമ്മൾ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടില്ല, മീൻസ് മഹാഭാരതത്തിലുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല, അത് ഞാൻ പറഞ്ഞുതരാം. ത്രിപുരന്മാരെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ഒരു കഥയുണ്ട്. അപ്പോൾ പരമേശ്വരനേക്കാൾ വലിയൊരു തേരാളി വേണം എന്നുള്ളത് ആവശ്യം വന്നു. ആ സമയത്ത് പോയത് ആരാന്നറിയാം? ബ്രഹ്മാവാണ് തേരാളിയായിട്ട് പോയത്. ആ കഥ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുകൊണ്ട് തേരാളി സാരഥിയേക്കാൾ തേരാളി സാരഥിയേക്കാൾ വലിയൊരാളായിരിക്കണം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ എന്നാൽ മാത്രമേ യുദ്ധത്തിന് വിജയം ഉണ്ടാവൂ. കാരണം ഒരു സാരഥി എവിടെയാണോ വഴി കാണിക്കുന്നത് ആ സമയത്തായിരിക്കും ആ യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന ആൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പം കിട്ടുന്നത്. കാരണം നിങ്ങൾ മഹാഭാരതം സീരിയൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, മഹാഭാരതത്തിൽ ഒരു സീൻ ഉണ്ടായിരുന്നു. നമ്മുടെ അർജുനനോട് യുദ്ധം ചെയ്യുന്ന സമയത്ത്, കർണൻ യുദ്ധം ചെയ്യുന്ന സമയത്ത് കർണൻ ഒരു അമ്പ ചെയ്യുന്നുണ്ട് അർജുനന്റെ നേരെ അമ്പ ചെയ്യുന്ന സമയത്ത് കൃഷ്ണൻ എന്താ ചെയ്യാന്നറിയോ? ആ അമ്പ് അർജുനന്റെ നേരെ വരുമെന്ന് കണ്ടപ്പം കൃഷ്ണൻ ആ തേരൊന്ന് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് കൃഷ്ണന്റെയും അർജുനന്റെയും തൊട്ടടുത്ത് കൂടെ ആ അമ്പ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം തേര് തളിക്കാനിരിക്കുന്ന സാരഥിക്കും കുറച്ചൊക്കെ ആ ഒരു കോൺസെൻട്രേഷൻ, ശ്രദ്ധ വേണം. അല്ലെങ്കിൽ പിന്നെ ആ യുദ്ധം ആകെ കൊളാവും. അവിടെ കൊണ്ടു നിർത്തൂ, ഇവിടെ കൊണ്ടു നിർത്തൂ എന്ന് പറയുമ്പോൾ മാത്രം യുദ്ധം പെർഫെക്റ്റ് ആവില്ല. അപ്പം രണ്ടു പേരും ഒരേപോലെ ആയുധമുറകൾ കൈകാര്യം ചെയ്യാൻ അറിയുന്ന സമയവും കാര്യങ്ങളും എല്ലാ ദിക്കുകളും എല്ലാം പരിപാലിക്കാൻ അറിയുന്ന വ്യക്തികളായിരിക്കണം യുദ്ധം ചെയ്യാൻ ഇറങ്ങേണ്ടത്. അതുകൊണ്ടാണ് ദുര്യോധനൻ പറയാണ്, കർണൻ പറഞ്ഞതാണ് അങ്ങേ തന്നെ വിളിക്കണം, അങ്ങ് തന്നെ സാരഥിയായിരിക്കണം. അത് കർണന് വളരെ നിർബന്ധമുണ്ട്, എന്നാൽ മാത്രമേ ആ യുദ്ധത്തിനൊരു പെർഫെക്ഷൻ ഉണ്ടാവൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങും കർണനും കൂടി ഒരു രഥത്തിൽ ഇരുന്ന് ചെല്ലുമ്പോൾ കൃഷ്ണാർജുനന്മാരൊന്ന് പരിഭ്രമിക്കും. ദുര്യോധനൻ ഇത്ര ഒന്നും കിട്ടിയിട്ട് പഠിച്ചിട്ടില്ല, ഇത്രയൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ദുര്യോധനന് മനസ്സിലായിട്ടില്ല. ശരശയ്യ വരെ കണ്ടു, ഭീഷ്മര് ശരശയ്യ വരെ കിടന്നു, അവിടുന്ന് വെള്ളം പോലും ചോദിച്ചപ്പോൾ അർജുനൻ കൊടുത്തു. ആ ഒരു കഴിവ് കണ്ടിട്ട് പോലും ഈ പറയുന്ന ദുര്യോധനന് ഇനിയും മനസ്സിലായിട്ടില്ല കൃഷ്ണൻ ആര്, അർജുനൻ ആര് എന്നുള്ളത്. ഈ വിഡ്ഢിയായ ദുര്യോധനൻ പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങും കർണനും കൂടി ഒരേ തേരിൽ ചെല്ലുമ്പോൾ കൃഷ്ണനും അർജുനനും ഒന്ന് പരിഭ്രമിക്കുന്നു. ഇങ്ങനെയുള്ള സ്തുതിവചനങ്ങളൊക്കെ കേട്ടപ്പോഴേക്കും ഭയങ്കര ഹാപ്പി നമ്മുടെ ശല്യർ. ഒന്നും പറയാനില്ല, അങ്ങ് പൊങ്ങി, ആകാശത്തോളം അങ്ങോട്ട് പൊങ്ങി. ശല്യർ എന്ത് ചെയ്തു? ശല്യർ പറയാണ്, ശരി ദുര്യോധന, ഞാൻ കർണനെ വേണ്ട വിധത്തിലെല്ലാം സഹായിക്കാം, ഒന്നും കുഴപ്പമില്ല, ഏതായാലും ഇവിടം വരെ വന്ന് പറഞ്ഞതല്ലേ, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. ഈ ദുര്യോധനനാണെങ്കിൽ വിശ്വസിച്ചവരെല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ പൊഴിഞ്ഞു പോവാണ്. എന്നിട്ടും ഈ ദുര്യോധനന്റെ തലയിൽ കയറുന്നില്ല. എന്നാൽ കർണന്റെ ശ്രേയസിനു വേണ്ടി ചിലപ്പോൾ ഗുണദോഷിച്ചും ശ്വാസിച്ചും പറയേണ്ടി വരും ശല്യരുടെ അടുത്ത ഡിമാൻഡ്. ഞാൻ പോകാം ദുര്യോധന, പക്ഷേ കർണന്റെ നന്മയ്ക്ക് വേണ്ടി ചിലപ്പോൾ ഞാൻ എന്തേലുമൊക്കെ പറഞ്ഞെന്നിരിക്കും, മനസ്സിലായല്ലോ? അതൊക്കെ കർണൻ ചിലപ്പം സഹിക്കേണ്ടി വരും, ചിലപ്പോൾ എനിക്ക് മുഖം നോക്കാതെയൊക്കെ സംസാരിക്കേണ്ടി വരും, അതൊക്കെ കർണൻ റെഡിയാണോ? എങ്കിൽ ഞാൻ പോകാന്ന് പറഞ്ഞു. ദുര്യോധനനാണെങ്കിൽ ശരി അമ്മാവ, എന്ത് വേണമെങ്കിലും അമ്മാവൻ പറഞ്ഞോളൂ, എല്ലാം കർണൻ സഹിച്ചോളൂ, ഒന്നും പ്രശ്നമില്ല, അമ്മാവനൊന്ന് വന്നാ മതി. ഇതാണ് കർണൻ പറയുന്നത്. നോക്കൂ, 256 കൗണ്ട്. ഷെയറിങ് വളരെ കുറവാണ്. ഷെയറിങ് കുറഞ്ഞാൽ ഞാൻ കഥ പറയുന്നതും കുറയ്ക്കും. വായിച്ചങ്ങനെ പോവും. വേണോ? വായിച്ചു പോണോ കഥയായിട്ട് പറയണോ? ഇപ്പം തീരുമാനിക്കാം എന്ത് വേണമെന്ന്. വേഗം പറയൂ, എന്ത് വേണം?
അതെ, വിനാശകാലെ വിപരീത ബുദ്ധിയാണ് ദുര്യോധനന്. കറക്റ്റ്. വേം പറയൂ. കഥയായിട്ട് പറയണോ വായിച്ചു പോണോ? കഥയായിട്ട് പറയണമെങ്കിൽ യെസ് പറയൂ. എന്നാ വേഗം എനിക്ക് ഷെയറിങ് കൂട്ടിത്താ. ചെയ്തു എന്ന് സുമ മാതാജി. താങ്ക് യു മാതാജി. ഞാൻ ചുമ്മാ പറഞ്ഞ. അപ്പം കർണന്റെ അടുത്തേക്ക് കഥയായിട്ട് പറയണം, ഞങ്ങൾ സമരം ചെയ്യുന്നു. അയ്യോ വേണ്ട അമ്മ, തായേ, സ്വാമി, ഞാൻ കഥയായിട്ട് തന്നെ പറഞ്ഞോളാം. അപ്പോഴേക്കും നേരെ കഥയായിട്ട് മതിയെന്ന്. ഓക്കെ ഫൈൻ, കഥ പറയണം. അപ്പോഴേക്കും നേരെ നമ്മുടെ അമ്മാവൻ വരാന്ന് പറഞ്ഞപ്പോഴേക്കും ദുര്യോധനൻ അങ്ങ് ഭയങ്കര സന്തോഷം മനസ്സിൽ പറയുന്നുണ്ട്. ഓഫ്, എൻ്റെ ദൈവമേ, എന്തോരം കാല് പിടിച്ച് ഒന്ന് വന്നാ മതി, യുദ്ധം ഒന്ന് ചെയ്ത് തന്നാ മതി, ആ കൃഷ്ണനെ അർജുനനെ ഒന്ന് കൊന്നു കിട്ടിയാൽ മതി, പിന്നെ നിങ്ങൾ എവിടെങ്കിലും പൊക്കോ. ഇതായിരിക്കും ദുര്യോധനൻ മനസ്സിൽ ചിന്തിക്കുന്നത്. അങ്ങനെ ശല്യർ വരാന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം, എല്ലാവരും ഹാപ്പിയായി. അപ്പം യുദ്ധത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ നമ്മുടെ കർണൻ സേനാധിപതിയായിട്ടുള്ള 2ാമത്തെ ദിവസത്തെ യുദ്ധം തുടങ്ങുകയാണ്. അത് കർണൻ സേനാധിപതിയായിട്ടുള്ള 2ാമത്തെ ദിവസത്തെ യുദ്ധം. പക്ഷെ ഇവിടെ 17ാമത്തെ ദിവസത്തെ കുരുക്ഷേത്ര യുദ്ധമായിട്ടോ. 17ാമത്തെ ദിവസമാണ് യുദ്ധം നടക്കുന്നത്. ശല്യർ തെളിക്കുന്ന തേരിലേറിയിട്ട് കർണൻ എന്ത് ചെയ്ത് അർജുനനെ അങ്ങോട്ട് അന്വേഷിച്ചു. ശല്യർ അങ്ങ് തേരിൽ കയറിയിരിക്കുകയാണ്, കർണൻ അന്വേഷിക്കുകയാണ്. എവിടെ അർജുനൻ? അർജുനനെ തേടാണ്. ഇപ്പൊ കണ്ടാ തട്ടിക്കളയും, നോക്കാം നമുക്ക്. വഴിക്ക് തന്റെ വീര പരാക്രമങ്ങളെ പറ്റിയൊക്കെ ഒന്ന് ശല്യർ കേട്ടോട്ടെ. ഞാൻ അത്ര ചെയ്തിട്ടുണ്ട്, ഞാൻ ഇത്ര ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് തന്നെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. SP എന്നൊക്കെ കേട്ടില്ലേ, സ്വയം പുകഴ്ത്താന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കർണൻ. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങി. ഉടനെ ശല്യർ ഒരു കാര്യം പറഞ്ഞു. സൂതപുത്ര, നിന്റെ ആത്മപ്രശംസയെല്ലാം പാർത്ഥനെ മുമ്പിൽ കാണുന്നത് വരെ മാത്രമേ ഉള്ളൂ. യുദ്ധവീരനായ കിരീടി എവിടെ? നരധാമനും ഭീരുമായ നീ എവിടെ? സിംഹത്തിന്റെ മുമ്പിൽ കുറുക്കൻ ചെന്നാൽ എന്താ ഉണ്ടാവുക? അതാണ് നിനക്കിപ്പോൾ അനുഭവപ്പെടാൻ പോകുന്നത്. അർജുനൻ ചെയ്ത വീരകൃത്യങ്ങളെ പറ്റി ഓർത്താൽ നീ ഇങ്ങനെ വീമ്പളക്കുവോ? പല പ്രാവശ്യം നീ പാർത്ഥനോട് ഏറ്റുമുട്ടിയിട്ടില്ലേ? അപ്പോഴെല്ലാം നിന്റെ ശൗര്യം എവിടെയായിരുന്നു? ഇങ്ങനെ ശല്യർ കേറി കർണനോട് ചോദിച്ചപ്പോഴേക്കും പാണ്ഡവ പക്ഷത്തിന്റെ ശക്തിയെ പറ്റിയും കർണന്റെ കഴിവില്ലായ്മ ദൗർബല്യത്തെ പറ്റിയൊക്കെ പറഞ്ഞപ്പോഴേക്കും കർണന് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഓഫ്, കർണനാണെങ്കിൽ അങ്ങ് സ്വയം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശല്യർ അതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് വലിയൊരു ബോംബിട്ട് പാണ്ഡവന്മാരുടെ ശക്തിയെ പറ്റിയും കർണർ അങ്ങോട്ടേക്ക് എന്താ പറയാ പല പ്രാവശ്യം പിന്തിരിഞ്ഞോടിയതിനെ പറ്റിയൊക്കെ അങ്ങ് പറഞ്ഞപ്പോഴേക്കും ആകെ നമ്മുടെ കർണൻ നാണം കെട്ട്. അപ്പൊ കർണൻ പറയാണ്, ശല്യ, അർജുനന്റെ വീരവും പാർത്ഥസാരഥിയായ കൃഷ്ണന്റെ പ്രഭാവവും എല്ലാം അങ്ങേക്കറിയുന്നതിനേക്കാൾ കൂടുതൽ നന്നായി എനിക്കറിയാം. ആ അർജുനന്റെ തല എന്റെ അജയ്യങ്ങളായ അസ്ത്രങ്ങളെ കൊണ്ട് താഴെ വീഴുന്നത് അങ്ങേക്ക് ഇന്ന് കാണാൻ പറ്റും. കിരീടയും ശൗര്യവുമെല്ലാം ഇന്ന് തന്നെ അസ്തമിക്കും. ഇന്ന് ദുര്യോധനന് ശത്രുക്കളില്ലാത്ത രാജ്യം ഞാൻ നേടിക്കൊടുക്കുക തന്നെ ചെയ്യും. എന്റെ കയ്യൂക്ക് എത്രയുണ്ടെന്ന് അങ്ങിന്ന് കാണാൻ പോവുകയാണ്. എനിക്ക് ജീവിതത്തിൽ 2 ശാപങ്ങളുണ്ട്. കർണൻ പറയാണ്, എനിക്ക് ജീവിതത്തിൽ 2 ശാപങ്ങളുണ്ട്. എന്തായിരിക്കും ആ 2 ശാപങ്ങള്? ഒന്ന് ഗുരുവായിരിക്കുന്ന പരശുരാമനിൽ നിന്ന് കിട്ടിയത്. അപ്പൊ കർണന്റെ ഗുരുവിന്റെ പേരെന്താ? പരശുരാമൻ. ഒന്ന് ഗുരുവായ പരശുരാമനിൽ നിന്ന് കിട്ടിയത്. കള്ളം പറഞ്ഞു നേടിയ അസ്ത്രവിദ്യ വേണ്ട സമയത്ത് തോന്നാതെ പോകട്ടെ എന്നുള്ളതാണ് എന്റെ ശാപം. ഇതിൽ കൂടുതൽ എന്ത് വേണം? വലിയ അസ്ത്രവിദ്യ ഉണ്ടെന്നാണ് കർണന്റെ വിചാരം. അപ്പൊ കള്ളം പറഞ്ഞു കിട്ടിയതാണ് കർണൻ അസ്ത്രവിദ്യ. ആ അസ്ത്രവിദ്യ തോന്നേണ്ട സമയത്ത് തോന്നാതെ പോട്ടെ എന്ന്. പിന്നെ എന്തിനാ യുദ്ധത്തിന് പോണത്? ഇതറിയാവുന്ന കർണൻ ഇങ്ങനെ വീമ്പിളക്കാൻ പാടുണ്ടോ? മറ്റൊന്ന് ഹോമ പശുവിന്റെ കുട്ടിയെ അബദ്ധത്തിൽ കൊന്നതുകൊണ്ടുണ്ടായ ബ്രാഹ്മണ ശാപം. പോരിൽ പൊരുതുന്ന സമയത്ത് രഥത്തിന്റെ ചക്രം കുണ്ടിൽ ചാടുമെന്നുള്ളതാണ്. ബെസ്റ്റ് കണ്ണാ, ബെസ്റ്റ്. സമതലത്തിൽ വെച്ചുണ്ടാകുന്ന യുദ്ധത്തിൽ ഇത് രണ്ടും ഫലിക്കാതിരുന്നാൽ ഇന്ന് യുദ്ധം അവസാനിക്കും. കൃഷ്ണനെയും അർജുനനെയും മാത്രമല്ല മറ്റ് യോദ്ധാക്കളെയെല്ലാം ഇന്നെന്റെ അസ്ത്രത്തിനിരയാക്കുന്നതാണ്. കിട്ടിയിരിക്കുന്നത് ഏറ്റവും വലിയ 2 ശാപമാണ്. എന്താണ്? ഒന്ന്, യുദ്ധം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ആ രഥത്തിന്റെ ചക്രം താഴ്ന്നു പോകും. അതൊരു ശാപമാണ് കേട്ടോ കർണന്. 2ാമത്തേത് എന്താണ്? എപ്പോഴാണോ ആയുധമെടുത്ത് യുദ്ധം ചെയ്യേണ്ടത് ആ സമയത്ത് നിനക്കത് ഓർമ്മ വരില്ല. ബർസാനയിൽ നിന്ന് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. ശ്രീമതി രാധാറാണിയുടെ പള്ളി ഉറക്കത്തെ കുറിച്ചുള്ള വീഡിയോ കഴിയുമ്പോ ഇട്ടുതരാട്ടോ.
ഈ രണ്ട് യുദ്ധവും അല്ലെ ഈ രണ്ട് ശാപവും കയ്യിൽ വെച്ചിട്ടാണ് ഈ കർണൻ വീമ്പിളക്കുന്നത്. അപ്പോ ഇങ്ങനെ വീമ്പ് പറയുന്ന കർണനെ വീണ്ടും ശല്യർ എന്ത് ചെയ്ത് ഒരുപാട് അങ്ങ് അപമാനിച്ചു. എനിക്ക് തോന്നുന്നത് ദുര്യോധനൻ എങ്ങനെയെങ്കിലും രണ്ടുപേരെയും കൂടെ ഒരു വണ്ടി കയറ്റി വിട്ടതാണ്. ഇത് അവിടെ എത്തുന്നതിനേക്കാളും മുമ്പേ പാണ്ഡവ പടയുടെ അടുത്ത് എത്തുന്നതിനേക്കാളും മുമ്പ് ഇവര് തല്ലി ചാവുന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നത്. ഉടനെ ശല്യർ അങ്ങോട്ടേക്ക് ഭയങ്കരമായിട്ട് അങ്ങ് അധിക്ഷേപിച്ച് സംസാരിച്ചു. ആരോട്? നമ്മുടെ കർണനോട്. കർണനും ഭയങ്കര ദേഷ്യം വന്ന്. കർണൻ ശല്യരെ മാത്രമല്ല, ശല്യരുടെ കുടുംബത്തെയും രാജ്യത്തെയും ഒക്കെ വളരെ നീചമായ ഭാഷയിൽ അങ്ങ് അപമാനിച്ചു. ഹരികൃഷ്ണ മനോജേട്ട നേരെ അങ്ങോട്ടേക്ക് വളരെ മോശമായിട്ട് അങ്ങോട്ട് കർണനും പറഞ്ഞു. കർണനും ശല്യരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായപ്പോഴേക്കും നമ്മുടെ കർണൻ എന്ത് ചെയ്തു എന്നറിയോ? ശല്യരെ മാത്രല്ല, ശല്യരുടെ കുടുംബത്തെ പറഞ്ഞു, രാജ്യത്തെ പറഞ്ഞു, എല്ലാരെയും അങ്ങോട്ട് പറഞ്ഞു. രണ്ടു പേരും തമ്മിൽ സമ അടി. ആ രഥത്തിൽ ഇരുന്നിട്ട് ഭയങ്കര അടി രണ്ടും കൂടെ. അവസാനം ദുര്യോധനൻ ഓടി വന്നിട്ട് പറഞ്ഞു, അമ്മാവാ പ്ലീസ്, ദൈവത്തോർത്ത് അമ്മാവൻ ഇങ്ങനെ സംസാരിക്കരുത്. കർണ, ഇത് വലിയൊരു യുദ്ധത്തിന് പോണ്. കർണനും ഇങ്ങനെ സംസാരിക്കരുത്. നമ്മുടെ ലക്ഷ്യം നിങ്ങൾ തമ്മിൽ അടികൂടുക എന്നുള്ളതല്ല. നമ്മുടെ ലക്ഷ്യം പാണ്ഡവന്മാരാണ്, അർജുനനാണ്, കൃഷ്ണനാണ്. ഭഗവാനെ ഓർത്ത് നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കരുത് എന്നങ്ങോട്ട് പറഞ്ഞു. രണ്ടുപേരെയും ഒരുവിധം നമ്മുടെ ദുര്യോധനൻ വന്ന് സമാധാനിപ്പിച്ചു. കർണന് വീര്യം കെടുത്തുന്ന വിധത്തിലാണ് ശല്യൻ അധിക്ഷേപിച്ചത്. കർണന് എന്താ അപ്പൂപ്പനെ അമ്മൂമ്മനെ ഒക്കെ ചീത്ത പറഞ്ഞു. നമ്മുടെ ആര്? കർണൻ. എല്ലാരെയും നിരത്തി ചീത്ത വിളിച്ചു ശല്യരുടെ. അപ്പോഴേക്കും നമ്മുടെ ദുര്യോധനൻ വന്നിട്ട് രണ്ടാളെ ഒന്ന് സമാധാനിപ്പിച്ചു. കർണന്റെ ശക്തി മുഴുവൻ ചോർത്തു പോകുന്ന രീതിയിലാണ് നമ്മുടെ ശല്യർ സംസാരിക്കുന്നത്. എങ്കിലും അവസാനം കർണൻ ഒന്ന് ക്ഷമിച്ചു. എന്തായാലും മഹാരാജാവായ ദുര്യോധനാദികൾ വന്ന് പറഞ്ഞതല്ലേ, കുറച്ചു നേരത്തെ യുദ്ധമല്ലേ, എന്തായാലും ഇതിനെ കിട്ടിയതല്ലേ ഒരു യുദ്ധത്തിന് പോവാൻ. നിക്കട്ടെ. ദുര്യോധനൻ പറഞ്ഞു, കർണ നീ മിണ്ടാതെ ഇരിക്കുക. കാരണം നീ തന്നെ അല്ലേ പറഞ്ഞത് ശല്യരെ കിട്ടണം എന്നുള്ളത്. ശല്യരെ സാരഥിയായി കിട്ടിയാലേ അർജുനന് കൃഷ്ണനെ കിട്ടിയ പോലെ നിനക്കെല്ലാം നടക്കൂന്ന് പറഞ്ഞത്. പിന്നെ നീ തന്നെ ആ മനുഷ്യനെ പറഞ്ഞു വിടാതെ നോക്ക്. അമ്മാവനല്ലേ, കർണ മിണ്ടാതെ ഇരിക്കുക എന്ന് പറഞ്ഞ് കർണൻ എങ്ങനെയെങ്കിലുമൊക്കെ ദുര്യോധനൻ സമാധാനിപ്പിച്ചു. അവസാനം കർണനും ക്ഷമിക്കാന്നേറ്റു. അങ്ങനെ കർണനും ശല്യരും തമ്മിലുള്ള അടിയെല്ലാം ഒന്ന് അവസാനിപ്പിച്ചപ്പോഴേക്കും യുദ്ധം അങ്ങ് തുടങ്ങി. കർണൻ അർജുനനോട് യുദ്ധത്തിന് വരുന്ന സമയത്ത് വാക്കുകളെ കൊണ്ട് എന്താ പറയാ, കർണൻ അർജുനനോട് യുദ്ധം വരുന്ന സമയമുണ്ട്. ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ ശല്യര് ധർമ്മപുത്രർക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞതെന്നറിയോ? കടക്കു പുറത്തെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല. രണ്ടാളും ഒരേ തേരിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ പുറത്തേക്ക് കടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം തേര് വിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോകൂലേ ശല്യര്. അങ്ങനെ ഇറങ്ങിപ്പോയാൽ പിന്നെ എന്ത് ചെയ്യും കർണൻ വെറുതെ നിൽക്കേണ്ടി വരില്ലേ ആ തേരിന്റെ അകത്ത്? ആര് സാരഥിയായിട്ടിരിക്കും? അതൊരു പ്രശ്നമല്ലേ. അതുകൊണ്ട് കടക്ക് പുറത്തുനിന്ന് പറയില്ല, മിണ്ടാണ്ടിരുന്ന് സഹിക്കുകയുള്ളൂ. അപ്പം ശല്യര് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ധർമ്മപുത്രർക്ക്. എന്താണെന്നറിയോ? എപ്പോഴാണോ യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്നത്, കർണൻ അർജുനനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്നത്, ആ സമയം ആവുന്ന സമയത്ത് യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുൻപേ തന്നെ കർണനെ അങ്ങോട്ട് വാക്കുകൾ കൊണ്ട് തേജോവധം ചെയ്തു കൊള്ളാം, അങ്ങ് വല്ലാണ്ടാക്കി കളയാമെന്ന് ധർമ്മപുത്രരായിരിക്കുന്ന യുധിഷ്ഠിരന് ശല്യർ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ പ്രതിജ്ഞ അനുസരിച്ചിട്ടാണ് ശല്യർ ഇത്രയും കർണനെ പറഞ്ഞു കൂട്ടിയത്. കർണനാണെങ്കിലോ ഒരുപാട് അങ്ങോട്ടേക്ക് ശല്യരെയും അപമാനിച്ചു, വിട്ടുകൊടുത്തിട്ടില്ല. പൊരിഞ്ഞടിയായിരുന്നു രണ്ടും കൂടെ തേരിൽ കിടന്നിട്ട്. രണ്ട് പക്ഷത്തും അജയ്യമായിരിക്കുന്ന വ്യൂഹങ്ങൾ ചമച്ചിട്ട് മഹാരഥന്മാരെല്ലാവരും യഥാസ്ഥാനത്ത് അവിടെ നിന്നു. നല്ല രീതിക്ക് യഥാസ്ഥാനത്ത് എല്ലാവരും നിൽക്കുകയാണ്, വ്യൂഹങ്ങളൊക്കെ ചമച്ചിട്ട്. ഇന്ന് അർജുനനും കർണനും തമ്മിൽ യുദ്ധമാണ്. അങ്ങനെ അർജുനനും സംക്ഷപ്തന്മാരും തമ്മിലുള്ള യുദ്ധമാണ് ആദ്യം ഉണ്ടായത്. ആ സമയത്ത് തന്നെ കർണൻ എന്ത് ചെയ്ത്, പാണ്ഡവന്മാരുടെ സൈന്യത്തിന്റെ അകത്തേക്ക് കയറിയിട്ട് സംഹാര താണ്ഡവമാടി. കർണൻ വിട്ടുകൊടുത്തില്ല, എല്ലാരെയും കൊന്നുകളഞ്ഞു കർണൻ. ദൃഷ്ടദുമ്നന്റെ നേതൃത്വത്തിലുള്ള പാണ്ഡവ സൈന്യം ഇങ്ങോട്ടേക്ക് മഴ വരുന്ന പോലെ, വലിയ വെള്ളപ്പൊക്കം പോലെ ഇങ്ങോട്ട് വന്നു. ദൃഷ്ടദുമ്നന്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്. അവരും അവര് പാണ്ഡവ സൈന്യമാണ്. ആ പാണ്ഡവ സൈന്യവും ദൃഷ്ടദുമ്നനും കൂടെ
അറ്റാക്ക് എന്ന് പറഞ്ഞ് വന്നിട്ട് കർണനെ അവിടെ അങ്ങ് തടഞ്ഞ് അവിടെ നിർത്തി. ഉടനെ നമ്മുടെ ഭീമനും സാത്വികിയും പാഞ്ചാല പുത്രന്മാരും എല്ലാവരും കൂടെ അവിടെ ഓടിയെത്തി. ആരെ സഹായിക്കാൻ? ദൃഷ്ടദ്യുമ്നനെ സഹായിക്കാൻ വേണ്ടി. അങ്ങനെ ദുശാസനൻ, ശകുനി എല്ലാവരും കൂടെ കർണന്റെ സഹായത്തിലേക്ക് അങ്ങ് ഓടിയെത്തി. പിന്നെ അവിടെ ഭയങ്കരമായൊരു യുദ്ധമാണ് നടക്കുന്നത്. ഒട്ടേറെ നാശനഷ്ടങ്ങള് നമ്മുടെ പാണ്ഡവന്മാരുടെ ഭാഗത്തും ഉണ്ടായി, കൗരവന്മാരുടെ ഭാഗത്തും ഉണ്ടായി. കർണന്റെ കൈവേഗം, അമ്പെയ്യാനുള്ള ആ ഒരു സ്പീഡ് കണ്ടിട്ട് എല്ലാരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കർണൻ അത്രയും സ്പീഡിലാണ് അമ്പെയ്യുന്നത്. അസ്ത്രങ്ങൾ എടുക്കുന്നതും തൊടുക്കുന്നതും വിടുന്നതൊന്നും ആരും കാണുന്നില്ല. വല്ല എന്താ പറയാ, റോക്കറ്റ് പോകുന്നതിനേക്കാളും സ്പീഡായിട്ടാണ് കർണൻ അങ്ങനെ അമ്പ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശത്രുക്കൾ ഒരുമിച്ച് ഒരേ അമ്പിൽ 4, 5, 10, 20, 30 ശത്രുക്കൾ അങ്ങോട്ട് തകർന്ന് തലയൊക്കെ എവിടേക്കോ പറന്നു പോകുന്നു. കർണൻ അത്രയും സ്പീഡ്. അത് കണ്ട് എല്ലാരും ഞെട്ടി നിൽക്കുകയാണ്. കർണൻ അമ്പ എടുക്കുന്നതും കാണുന്നില്ല, തൊടുക്കുന്നതും കാണുന്നില്ല, വിടുന്നതും കാണുന്നില്ല. പാണ്ഡവരെ വധിക്കുന്നുള്ള ഒരേ വാശിയോടെയാണ് കർണൻ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ധർമ്മപുത്രരുമായിട്ട് കർണൻ അങ്ങോട്ട് ഏറ്റുമുട്ടി. ധർമ്മജൻ യമദണ്ഡം പോലെയുള്ള ഒരു ഉഗ്രമായിരിക്കുന്ന ഒരു ശരമെടുത്ത് നേരെ സൂതപുത്രന്റെ അടുത്തേക്ക് ധർമ്മപുത്രൻ വിട്ടു. ആ പ്രഹരമേറ്റപ്പോഴേക്കും എന്താ പറയുന്നത്, നമ്മുടെ ധർമ്മപുത്രർ യമദണ്ഡം പോലെയുള്ള ആ ഒരു വില്ലെടുത്തിട്ട് നേരെ അങ്ങോട്ട് വിട്ട് കർണന്റെ നേരെ. അത് കിട്ടിയപ്പോഴേക്കും കർണൻ അങ്ങോട്ട് തളർന്നിരുന്നു പോയി. തേരില് തളർന്ന് അവിടെ ഇരുന്ന്. ഇത് കണ്ടപ്പോഴേക്കും കൗരവന്മാരെല്ലാം കൂടെ ഞെട്ടിപ്പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും കർണന് ബോധം വന്നു. അയ്യോ, ഞാനെന്താ ഇങ്ങനെ ഇരിക്കണേന്നുള്ള ബോധം വന്നപ്പോഴേക്കും കർണൻ പറഞ്ഞു, നോക്കിക്കോ ധർമ്മപുത്ര, നിന്നെ ഞാൻ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കർണൻ ധർമ്മപുത്രരെ നേരെ വില്ല് വിടാൻ തുടങ്ങി. കുറേ സൈന്യങ്ങൾ ആ യുദ്ധത്തിൽ മരിച്ചു വീണു. ധർമ്മപുത്രന്റെയും സൂതന്റെയും കുതിരകളെയും കൊടിമരത്തിനെയും എല്ലാം അങ്ങോട്ട് കൊന്നു കളഞ്ഞു. ശ്രുതകീർത്തിയുടെ തേരിൽ ചാടി കയറി യുധിഷ്ഠിരൻ സ്ഥലം വിട്ടു. യുധിഷ്ഠിരന്റെ തേരും പോയി, കുതിരയും പോയി, എല്ലാം പോയി. ഉടനെ യുധിഷ്ഠിരൻ എന്ത് ചെയ്തു? ഓടി ശ്രുതകീർത്തിയുടെ തേരിൽ അങ്ങോട്ട് ചാടി അങ്ങോട്ട് കയറിയിട്ട് പറഞ്ഞു, വിട്ടോ വണ്ടി എന്നും പറഞ്ഞിട്ട് ശ്രുതകീർത്തിയുടെ തേരിൽ കയറിയിട്ട് ധർമ്മപുത്രൻ ഓടി രക്ഷപ്പെട്ടു അവിടുന്ന്. പിന്നെയും ഭയങ്കരമായ യുദ്ധം. ഇല്ലെങ്കിൽ കർണൻ കൊന്നുകളയും. പാണ്ഡവ പട കൗരവ സൈന്യത്തിലേക്ക് പാഞ്ഞടുക്കുന്നത് കണ്ടിട്ട് ദുര്യോധനൻ ചെന്ന് സൈന്യങ്ങളോടൊക്കെ പറഞ്ഞു, റെഡിയായിരുന്നോ, പാണ്ഡവ പടം മൊത്തം വരുന്നുണ്ട്, വേഗം വന്നു നിന്നോ, എല്ലാരെയും തടഞ്ഞു നിർത്തിക്കോന്ന് പറഞ്ഞു. ദുര്യോധനൻ നോക്കി നിൽക്കുകയാണ്. നോക്കുമ്പോ പാണ്ഡവ പടം മുഴുവൻ കൗരവ സൈന്യത്തിലേക്ക് ഓടി കയറുകയാണ്. അപ്പോഴേക്ക് ദുര്യോധനൻ പറഞ്ഞു, അറ്റാക്ക്, എല്ലാരും പോയിട്ട് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യൂ, പാണ്ഡവ പടം മൊത്തം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഭീമൻ ഈ ദുര്യോധനൻ തോമസ് ഊട്ടി വിട്ടോളാന്ന് കറക്റ്റ് എന്താ പറയാ, ഭീമൻ ഇത് കണ്ടപ്പോഴേക്കും ഓടി വന്നിട്ട് ദുര്യോധനനോട് പറഞ്ഞു, ദുര്യോധന, നിന്നെ കൈ കിട്ടാൻ നോക്കിയിരിക്കായിരുന്നു എന്നും പറഞ്ഞിട്ട് ഭീമൻ എന്ത് ചെയ്ത് വലിയൊരു ശസ്ത്രപ്രയോഗം അങ്ങ് ദുര്യോധനന്റെ നേരെ എടുത്തു. ശകുനി ഓടി വന്നിട്ട് ഭീമന്റെ മുന്നിൽ അവിടെ അങ്ങ് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. ഭീമൻ ഗദയും ചുരുട്ടിക്കൊണ്ട് നിൽക്കണം. വാ ശകുനി, നിനക്ക് വെച്ചിട്ടുണ്ട്, നീ ഒറ്റൊരുത്തൻ കാരണം ഞങ്ങൾ ചൂതുകളിയിൽ തോറ്റത് എന്നും പറഞ്ഞിട്ട് ശകുനി ഓടി വന്ന് നമ്മുടെ ദുര്യോധനനെ രക്ഷിക്കാൻ. പക്ഷെ ഭീമനെ കണ്ടപ്പോഴേക്കും ശകുനിക്കൊരു പേടി നിൽക്കാൻ. ഇത് അത്ര നല്ല കളിയല്ല, ഈ കളിക്ക് നമ്മൾ നിന്നാൽ ശരിയാവില്ല എന്ന് ശകുനിക്കും തോന്നി. അപ്പോഴേക്കും നമ്മുടെ കർണൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദുര്യോധനന്റെയും ശകുനിയുടെയും ഭീമന്റെ ആ നിൽപ്പ് കണ്ടപ്പോഴേക്കും കർണൻ അവിടേക്ക് അങ്ങ് ചാടി വീണു. കർണനും ഭീമനും രണ്ടുപേരും കൂടെ രണ്ടാളും നല്ല യുദ്ധം. കർണൻ എന്താ ഭീമനെ കൊല്ലണം, ഭീമൻ എന്താ കർണനെ കൊല്ലണം. യുദ്ധത്തിനൊടുവില് ഭീമൻ എന്ത് ചെയ്ത് കർണനെ കൊല്ലാൻ വേണ്ടിയിട്ട് വലിയൊരു ഭാരം കൂടി ഒരു ശരമെടുത്തിട്ട് കർണന്റെ നേരെ ഒരൊറ്റ അടി. ഭീമൻ, നിനക്ക് ഇപ്പൊ തരാടാന്നും പറഞ്ഞിട്ട് ഒരൊറ്റ അടി അങ്ങോട്ട് അടിച്ചു. ഒരു വലിയ ശരം എഴുതെടുത്തിട്ട് ഗതയെടുത്തിട്ട് ചുഴറ്റി കൊടുത്ത ഉടനെ കർണന്റെ ബോധം പോയി. കർണൻ ആ തേരിൽ അങ്ങോട്ടേക്ക് അയ്യോ എന്നും പറഞ്ഞ് കർണൻ അവിടെ വീണുപോയി. കൗരവന്മാരെല്ലാരും വിചാരിച്ചു കർണന്റെ കഥ കഴിഞ്ഞു. ഭീമന്റെ ഗത കൊണ്ടുള്ള അടി കിട്ടിയിട്ട് കർണന്റെ കഥ കഴിഞ്ഞു, കർണൻ മരിച്ചു എന്ന് കരുതിക്കൊണ്ട് കൗരവന്മാരെല്ലാം വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അത് കണ്ടപ്പോഴേക്കും ദുര്യോധനൻ പറഞ്ഞു, എല്ലാരും പോയിട്ട് കർണനെ രക്ഷിക്കാൻ ചെല്ലൂ, നിങ്ങൾ എന്താ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണേ, കർണൻ മരിച്ചിട്ടില്ല, ജീവനുണ്ട്, ഓടിപ്പോയി കർണനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു.
രാജാവ് പറഞ്ഞത് കേട്ടപ്പോഴേക്കും എല്ലാവരും കൂടെ ഓടിയെത്തി കർണന്റെ അടുത്തേക്ക്. എന്നിട്ട് നേരെ പാണ്ഡവ സൈന്യത്തിലേക്ക് ഇഷ്ടംപോലെ ശരങ്ങൾ അങ്ങോട്ട് അയച്ചു. ഭീമനാണെങ്കിലോ ഇതെല്ലാം അങ്ങോട്ട് തട്ടിക്കളഞ്ഞു. ഭീമൻ കൊടുത്തില്ല. വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞ് ഭീമൻ മറ്റേ ഗദ വെച്ചിട്ട് കൗരവപ്പട അയക്കുന്ന എല്ലാ ശരങ്ങളെയും ഭീമൻ അങ്ങ് തകർത്തു. ദുര്യോധനന്റെ 100ഓളം സഹോദരന്മാരില്ലേ, പല സഹോദരന്മാരെയും ഭീമൻ കൊന്നു. വാടാ വാ 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 നിനക്കുള്ളത് ഇപ്പൊ തരാടാ വാടാ എന്നും പറഞ്ഞുകൊണ്ട് ഭീമൻ അങ്ങോട്ടങ്ങ് കൊന്നു കളഞ്ഞു എന്നുള്ളതാണ്. ഒരുപാട് തേരാളികളും യോദ്ധാക്കളും ഒക്കെ ആ യുദ്ധത്തിൽ അങ്ങ് മരിച്ചു വീണു. ഒരുപാട് സമയം എടുത്തില്ല, കർണന്റെ ബോധം വന്നു. ഇത് 2ാമത്തെ പ്രാവശ്യം കർണന്റെ ബോധം പോകുന്നത്. കർണന്റെ ബോധം വന്നപ്പോ കർണൻ വീണ്ടും ചാടി യുദ്ധക്കളത്തിലേക്ക് എത്തി. ഭീമനോട് പറഞ്ഞു, ഭീമ നീ കുറച്ചു നേരം എന്റെ ബോധം കളഞ്ഞു അല്ലെ, നിനക്ക് ഇപ്പൊ ശരിയാക്കി തരാം നിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഭീമന്റെ അടുത്തേക്ക് വീണ്ടും കർണൻ ചെന്നു. അടി കിട്ടിയിട്ട് മതിയായിട്ടില്ല, വീണ്ടും ചെന്നു. അപ്പോഴേക്കും സൂര്യൻ ആകാശത്തിന്റെ നടുക്ക് എത്തിയിട്ടുണ്ട്. ആ സമയത്ത് എല്ലാ യോദ്ധാക്കളും പോർക്കളത്തിലേക്ക് വന്നു. പണ്ട് കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത ഭയങ്കരമായൊരു യുദ്ധമാണ് ഈ കർണനും ഭീമനുമായിട്ട് അവിടെ നടന്നത്. ജയം കിട്ടാതെ ആരും പിന്മാറില്ല എന്ന് തന്നെ. കർണൻ ഇറങ്ങിയപ്പോഴേക്കും ഇതുവരെ നടന്ന യുദ്ധമൊന്നല്ല, ജയിച്ചേ പറ്റൂന്നും പറഞ്ഞുകൊണ്ട് പാണ്ഡവർ നിൽക്കുന്നു, ജയിച്ചേ പറ്റൂന്നും പറഞ്ഞ് കൗരവന്മാർ നിൽക്കുന്നു. അവരുടെ രീതി അങ്ങനെയായിരുന്നു. ആ സമയത്ത് മുമ്പിൽ കണ്ടവരെയൊക്കെ വെട്ടി നുറുക്കി, കൈവെട്ടി, കാലുവെട്ടി, തലവെട്ടി, കൗരവർ തന്നെ വെട്ടി, പാണ്ഡവരെ തന്നെ വെട്ടി. എങ്ങനെയെന്നൊന്നും ചിന്തിക്കാതെ അടിയോടടി പൊരിഞ്ഞടിയില് അങ്ങോട്ടേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോ പൊടിയും പുകയും തീയും ആർപ്പുവിളിയും കുതിരകളുടെ ബഹളവും ആനയുടെ ബഹളവും, ആന വീഴുന്നു, കുതിര വീഴുന്നു, പടയാളികൾ വീഴുന്നു, ഭയങ്കര ബഹളം അവിടെ. ഇത് കാണാൻ വേണ്ടി എന്താ പറയുന്നത്, ആകാശത്തിൽ കുറേ ആൾക്കാരൊക്കെ വന്ന് നിൽക്കണം. ആകാശചാരികളും ഗന്ധർവന്മാരും അവരും വരുമൊക്കെ യുദ്ധം കാണാൻ വന്ന് നിൽക്കണം. അന്തകനെ പോലെ ഭയങ്കരനായിരിക്കുന്ന ഭീമൻ അങ്ങോട്ട് വിടൂലെന്ന് തന്നെ. ഭീമൻ അന്തകനെ പോലെയായി. ഭയങ്കരമായിരിക്കുന്ന ഭീമനും ആദിത്യനെ പോലെ തീക്ഷ്ണവീര്യനായിരിക്കുന്ന കർണനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പം ഭയങ്കരം യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ആദ്യം ഭീമന് കുറച്ച് പരാജയം വന്നു. എങ്കിലും ദേഷ്യം കൊണ്ട് ഭീമൻ എന്ത് ചെയ്തു, 2 ശരങ്ങൾ എടുത്തിട്ട് മന്ത്രിച്ചിട്ട് അങ്ങോട്ട് വിട്ടു. പിന്നെ മന്ത്രവാദത്തിലോട്ടായി, മന്ത്രിച്ചങ്ങോട്ട് വിട്ടു ഭീമൻ. കർണന് ആ ഒരു ശരം, ഭീമൻ അയച്ച ശരം തടുക്കാൻ പറ്റുന്നതിന് തൊട്ട് മുൻപേ തന്നെ കർണന്റെ ശരീരത്തിലേക്ക് ആ മന്ത്രിച്ചു വിട്ട ശരം അങ്ങോട്ട് നേരെ കേറി അങ്ങോട്ട് തറച്ചങ്ങോട്ട് കേറി. കർണൻ ഉടനെ 3ാമത്തെ പ്രാവശ്യവും കർണന്റെ ബോധം പോയി. ശല്യർ ഉടനെ തന്നെ എന്ത് ചെയ്ത് തേര് മെല്ലെ പിന്നിലോട്ട് എടുത്തു. കർണൻ തളർന്നപ്പോഴത്തേക്ക് ശല്യർക്ക് തോന്നി ഇനി ഇത് ഇവിടെ വെച്ച എൻ്റെ ജീവനും കൂടി പോകും തോന്നിയപ്പോഴേക്കും നേരെ റിവേഴ്സ് ഗിയർ ഇട്ടു. ആര്? നമ്മുടെ ശല്യർ. നിന്നില്ല അവിടെ. തേരും കൊണ്ട് പിന്നിലേക്ക് ഒരൊറ്റ ഓട്ടം ഓടി. ഭീമനെ നോക്കുന്നു, കർണനെ നോക്കുന്നു, തേരും കൊണ്ട് ഒരൊറ്റ ഓട്ടം ഓടി. ആര്? ശല്യർ. നേരെ ഓടി കർണനെ അങ്ങോട്ട് ശല്യർ രക്ഷപ്പെടുത്തി. കർണന് അർജുനനെയാണ് കാണേണ്ടിയിരുന്നത്. കൃഷ്ണാർജുനന്മാരാണെങ്കിൽ വേറൊരു സൈഡിൽ അവിടെ പൊരിഞ്ഞടി നടക്കാണ്, കൃഷ്ണനും അർജുനനും കൂടെ ചേർന്നിട്ട്. അപ്പോഴേക്കും ഇവിടുന്ന് വേഗം നമ്മുടെ ശല്യര് കർണനെയും കൊണ്ട് എസ്കേപ്പ്. പിന്നെ ഉണ്ടായ ആ ഒരു ഉഗ്രമായിരുന്ന യുദ്ധം ധർമ്മപുത്രനും അശ്വത്ഥാമാവും ചേർന്നിട്ടായിരുന്നു. അശ്വത്ഥാമാവ് ആരാന്നറിയാലോ? ദ്രോണാചാര്യരുടെ മകൻ. അപ്പം ധർമ്മപുത്രൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ദ്രോണാചാര്യര് തേർത്തട്ടില് വളരെ വിഷമിച്ചിരുന്നു പോയത്. അപ്പൊ അങ്ങനെ ഒരു കളവ് നമ്മുടെ യുധിഷ്ഠിരൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് അശ്വത്ഥാമാവിന് കുറച്ചും കൂടെ ദേഷ്യം കൂടിയത്. അപ്പം ധർമ്മപുത്രനെയാണ് കൈ കിട്ടേണ്ടതെന്ന് അശ്വത്ഥാമാവിന്. ഇവർ തമ്മിലായി അടുത്ത യുദ്ധം. ദ്രൗണിയുടെ 100 കണക്കിലുള്ള എന്താ പറയാ ശരങ്ങളേറ്റ് ധർമ്മപുത്രർക്ക് ഭയങ്കര ക്ഷീണമായി. അപ്പോഴേക്കും ധർമ്മപുത്രരെ സഹായിക്കാൻ വേണ്ടി സാത്യകിയും പാഞ്ചാലി പുത്രന്മാരും കൂടെ സഹായത്തിനെത്തി. അവര് ശരങ്ങൾ കൊണ്ട് അശ്വത്ഥാമാവിനെ അങ്ങ് മൂടിക്കളഞ്ഞു. നിയന്ത്രണം വിട്ട കുതിരകള് നമ്മുടെ യുദ്ധക്കളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഓട്ടോടാൻ തുടങ്ങി. യുധിഷ്ഠിരൻ ആ സമയത്ത് അങ്ങൊരു ബ്രാഹ്മണനല്ലേ, അതുകൊണ്ട് ഞാൻ കൊല്ലുന്നില്ല എന്നും പറഞ്ഞ് യുധിഷ്ഠിരൻ പിന്മാറി. അശ്വത്ഥാമാവും പിന്നിലേക്ക് പോയി. യുധിഷ്ഠിരന് തോന്നി ഇത് നടപടിയാവൂല, എവിടെ ബുദ്ധി ഉപയോഗിക്കണം തോന്നിയപ്പോ യുധിഷ്ഠിരൻ പറഞ്ഞു,
അങ്ങൊരു ബ്രാഹ്മണനല്ലേ, അതുകൊണ്ട് ഞാൻ കൊല്ലുന്നില്ല, ബ്രാഹ്മണന്മാരെ ഞാൻ കൊല്ലാറില്ല എന്ന് പറഞ്ഞിട്ട് യുധിഷ്ഠിരൻ പിന്മാറിയപ്പം അശ്വത്ഥാമാവും പിന്മാറി. പിന്നെയും രണ്ട് ഭാഗത്തെ നേതാക്കന്മാർ തമ്മിൽ ഭയങ്കര ആവേശത്തോടു കൂടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നാശനഷ്ടങ്ങളും ഉണ്ടായി. അതിനിടയിൽ അശ്വത്ഥാമാവ് കൈ ഉയർത്തിയിട്ട് ആരാ വർത്തമാനം പറയുന്നത്? അടി. മിണ്ടാതിരിക്കണം, ആരും മിണ്ടരുത്, മിണ്ടാതിരുന്ന കഥ പറഞ്ഞുതരും. ആ സമയത്ത് അശ്വത്ഥാമാവ് കൈ ഉയർത്തിക്കൊണ്ട് വിളിച്ചു പറയാണ്, ആയുധം വെച്ച് ബ്രഹ്മനിഷ്ഠനായി തീർന്ന എന്റെ പിതാവിനെ വെട്ടിക്കൊന്ന ഗുരുഘാതകനായ നീച പാഞ്ചാലനെ ഞാൻ ഇന്ന് വധിക്കുന്നതാണ്. എന്താ പറഞ്ഞത്? ആയുധം വെച്ച് ബ്രഹ്മനിഷ്ഠനായി തീർന്ന, അതായത് ആയുധം വെച്ചിട്ട് നമ്മുടെ ദ്രോണാചാര്യർ ആയുധം വെച്ച് എന്താ പറയാ, ബ്രഹ്മത്തിൽ മീൻസ് തപസ് പോലെ ഇരുന്നില്ലേ, യോഗമുറയിൽ ഇരുന്നില്ലേ അദ്ദേഹം. ആ സമയത്താണല്ലോ ദൃഷ്ടദുമ്നൻ പോയിട്ട് നമ്മുടെ ദ്രോണാചാര്യരെ കൊല്ലുന്നത്. ആയുധം വെച്ച് കഴിഞ്ഞാൽ കൊല്ലാൻ പാടില്ല എന്നാണ്. പക്ഷെ ആയുധം വെച്ച് മകൻ പോയ വിഷമത്തിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ദൃഷ്ടദുമ്നൻ പോയിട്ട് ദ്രോണാചാര്യരുടെ തലമുടി പിടിച്ചിട്ട് നേരെ തല അങ്ങോട്ട് അറുത്ത് കളഞ്ഞത്. അപ്പൊ ആ ദേഷ്യത്തിന് പറയാണ് നമ്മുടെ അശ്വത്ഥാമാവ് പറയാണ്, ആയുധം വെച്ച് ബ്രഹ്മനിഷ്ഠനായി തീർന്ന, ബ്രഹ്മത്തിൽ ലയിച്ചിരുന്ന എന്റെ പിതാവിനെ, അതായത് ദ്രോണാചാര്യരെ വെട്ടിക്കൊന്ന ഗുരുഘാതകനായിരിക്കുന്ന, ഗുരുവിനെ കൊന്ന നീചനായിരിക്കുന്ന പാഞ്ചാലനെ, അതായത് ദൃഷ്ടദുമ്നനെ ഞാൻ ഇന്ന് വധിക്കുന്നതാണ്. ആരാ പറയുന്നത്? നമ്മുടെ അശ്വത്ഥാമാവ്. പാണ്ഡവരോ ആരും തടുത്താലും ശരി, ഞാൻ ഇന്ന് ആ പാഞ്ചാലനെ കൊല്ലുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഇത് കേട്ടപ്പോഴേക്കും കൗരവ രാജാക്കന്മാരെല്ലാവരും കൂടെ നേരെ അശ്വത്ഥാമാവിനെ അങ്ങ് ഭയങ്കരമായിട്ട് അഭിനന്ദിച്ച് കർണനും അശ്വത്ഥാമാവും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇന്ന് പാണ്ഡവന്മാരെ കഥ കഴിക്കും, ഉറപ്പാണ്, ഇന്ന് ഇവന്മാരെ കൊന്നിട്ടേ അടങ്ങൂന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങ് റെഡിയായി നിൽക്കുകയാണ്. കർണനും ഭീമനും തമ്മിലുള്ള അശ്വത്ഥാമാവും ദൃഷ്ടദുമ്നനും, കർണനും ഭീമനും അടി, അതുപോലെ അശ്വത്ഥാമാവും ദൃഷ്ടദുമ്നനും തമ്മിലുള്ള അടി. ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദ്രൗണിയുടെ ആയുധവീര്യം, അതായത് ദ്രോണാചാര്യരുടെ മകൻ ദ്രൗണിയുടെ ആയുധവീര്യം ദൃഷ്ടദുമ്നനെ കുറെയൊക്കെ അവശ നിലയിലാക്കി. ദൃഷ്ടദുമ്നനാണല്ലോ ആരെ കൊന്നത്? ദ്രോണാചാര്യരെ കൊന്നത്. അപ്പൊ ദ്രോണാചാര്യരുടെ മകനെയാണ്, അശ്വത്ഥാമാവിനെയാണ് ദ്രൗണി എന്ന് വിളിക്കുന്നത്. കൺഫ്യൂഷൻ ആവരുത്. ദ്രോണാചാര്യരുടെ മകനായിരിക്കുന്ന അശ്വത്ഥാമാവിനെ വിളിക്കുന്നതാണ് ദ്രൗണി എന്ന്, ദ്രോണന്റെ പുത്രനായതുകൊണ്ട്. അപ്പം ദ്രൗണിയുടെ കുറേ ആയുധവീര്യം എന്ന് പറഞ്ഞാൽ ശരങ്ങൾ അയക്കുന്നത് കെട്ടിയപ്പോഴേക്കും ദൃഷ്ടദുമ്നൻ കുറെയൊക്കെ ഒന്ന് തളർന്നു പോയി. ദൃഷ്ടദുമ്നൻ എന്ത് ചെയ്ത്? ദൃഷ്ടദുമ്നന്റെ തേരും പോയി, കുതിരയും പോയി, എല്ലാം പോയി. അശ്വത്ഥാമാവ് എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ തേരിൽ നിന്ന് അങ്ങോട്ട് ചാടി ഇറങ്ങി അശ്വത്ഥാമാവ് ദൃഷ്ടദുമ്നന്റെ മുടിക്ക് ഇങ്ങോട്ട് പിടിച്ചിട്ട് കഴുത്ത് വെട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. എങ്ങനെയാണോ അച്ഛനായ ദ്രോണാചാര്യരെ ദൃഷ്ടദുമ്നൻ വെട്ടിയത്, അതേപോലെ നമ്മുടെ അശ്വത്ഥാമാവ് വന്നിട്ട് തേരിൽ നിന്ന് ചാടി ഇറങ്ങി ദൃഷ്ടദുമ്നന്റെ മുടിക്ക് ഇങ്ങോട്ട് പിടിച്ചിട്ട് കഴുത്ത് വെട്ടാൻ തുടങ്ങിയപ്പോഴേക്കും അർജുനൻ അവിടെ ഓടിയെത്തി. ഈ അശ്വത്ഥാമാവി എന്ന് വിളിച്ചോണ്ട്, ദ്രൗണി എന്ന് വിളിച്ചോണ്ട് നമ്മുടെ അർജുനൻ ചാടി വന്നിട്ട് നേരെ ദ്രൗണിയുടെ മേലേക്ക് ഇഷ്ടം പോലെ ശരങ്ങൾ അങ്ങോട്ട് വിട്ടു. ഗുരുപുത്രൻ, അതായത് ദ്രോണാചാര്യരുടെ മകനായിരിക്കുന്ന ദ്രൗണി, ജയ് ഗുരുദേവ്, ദ്രൗണി എന്ത് ചെയ്തു? ദൃഷ്ടദുമ്നൻ അവിടെ വിട്ടേച്ച്, മുടിക്ക് പിടിച്ചതല്ലേ, അതവിടെ വിട്ടിട്ട് നേരെ അർജുനന്റെ നേരെ തിരിഞ്ഞു. എന്നിട്ട് കുറച്ചു നേരം കൊണ്ട് അർജുന നീ വന്നല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അശ്വത്ഥാമാവ് അങ്ങോട്ട് നമ്മുടെ അർജുനന്റെ നേരെ തിരിഞ്ഞിട്ട് യുദ്ധം തുടങ്ങിയപ്പോഴേക്കും കുറച്ചു നേരം കൊണ്ട് അർജുനന്റെ ബാണങ്ങളെല്ലാം കൂടി അശ്വത്ഥാമാവിന്റെ നേരെ അങ്ങോട്ട് വിട്ടു. തേരാളി സൂതധർമ്മം അനുസരിച്ച് അശ്വത്ഥാമാവിന്റെ രഥത്തിനെ പിന്നിലേക്ക് കൊണ്ടുപോയി. അശ്വത്ഥാമാവ് നിൽക്കുന്ന രഥത്തിനെ തേരാളി മെല്ലെ പിന്നിലേക്ക് കൊണ്ടുപോയി. കാരണം മുമ്പിൽ കിടക്കുന്നത് അർജുനനാ, ഉറപ്പായിട്ട് അർജുനൻ കൊല്ലും. അപ്പോഴേക്കും നമ്മുടെ സഹദേവൻ, നകുലനും സഹദേവനും ഇല്ലേ, അതിൽ സഹദേവൻ എന്ത് ചെയ്തു? ദൃഷ്ടദുമ്നനെ വേഗം എടുത്ത് തേരിലിട്ടു. അല്ലെങ്കിൽ അശ്വത്ഥാമാവ് മുടുക്കി പിടിച്ച് കുത്തിപ്പിടിച്ച് അവിടെ ഇട്ടേക്കാണ് പാവത്തിനെ. നേരെ സഹദേവൻ വന്നിട്ട് ദൃഷ്ടദുമ്നനെ പൊക്കിയെടുത്ത് എവിടെ ഇട്ട്? നേരെ നമ്മുടെ ഇതിലിട്ട്, തേരിലിട്ടിട്ട് നേരെ സഹദേവൻ
ദൃഷ്ടദ്യുമ്നനെയും കൊണ്ടുപോയി. അർജുനൻ മറ്റേ ഭാഗത്ത് പൊരിഞ്ഞ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കർണന്റെ ശരങ്ങൾ കൊണ്ട് ദേഹം മുഴുവൻ എന്താ പറയാ, നമ്മുടെ കർണൻ നമ്മുടെ ധർമ്മപുത്രനെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടല്ലോ ശരങ്ങൾ അയച്ചിട്ട്. അങ്ങനെ ധർമ്മപുത്രന്റെ ശരീരം മുഴുവൻ കർണന്റെ ശരങ്ങൾ കൊണ്ട് മുറിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് ധർമ്മപുത്രനാണെങ്കിൽ കുറച്ചു നേരം ഇങ്ങനെ ശിബിരത്തിൽ അവർ താമസിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർണനോട് ഏറ്റുമുട്ടിയിട്ട് പരാജിതനായ അപമാനം കൊണ്ട് നമ്മുടെ ധർമ്മപുത്രന്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് വിഷമിച്ചു. ആ സമയത്താണ് കൃഷ്ണന്റെ വാക്കനുസരിച്ച് ചേട്ടനെ കാണാൻ വേണ്ടി ആര് വരുന്നത്? അർജുനൻ വരുന്നത്, ധർമ്മപുത്രരെ കാണാൻ വേണ്ടി. ധർമ്മപുത്രരാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഓഫ്, എനിക്ക് ആ കർണനോട് യുദ്ധം ചെയ്യാൻ പറ്റിയില്ല. അവൻ എൻ്റെ ശരീരമൊക്കെ ആകെ മുറിച്ചു കളഞ്ഞു. ഹരേ കൃഷ്ണ അച്ഛ, ശരീരമൊക്കെ ആകെ മുറിച്ചു കളഞ്ഞു. ഞാൻ അപമാനിക്കപ്പെട്ടല്ലോ എന്നാലോചിച്ചുകൊണ്ട് ഇങ്ങനെ ധർമ്മപുത്രർ ഇരിക്കുകയാണ്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞ അർജുനനോട്, പാർത്ത, ചേട്ടൻ അവിടെ വിഷമിച്ചിരിക്കുകയാണ്, നീ ഒന്ന് ചേട്ടന്റെ അടുത്തേക്ക് ചെല്ലൂ എന്ന് പറഞ്ഞു. അങ്ങനെ അർജുനൻ വന്നു ധർമ്മപുത്രരുടെ അടുത്തേക്ക്. കൃഷ്ണനും വന്നു. കൃഷ്ണാർജുനന്മാരെ കണ്ടപ്പോ കർണനെ കൊന്നു കഴിഞ്ഞിട്ടായിരിക്കും ഇവര് വരുന്നത് എന്നാണ് ആര് കരുതിയത്? നമ്മുടെ ധർമ്മപുത്രൻ കരുതുന്നത്. കൃഷ്ണനും അർജുനനും കൂടി വന്നപ്പോൾ ധർമ്മപുത്രൻ വിചാരിച്ചു, കർണനെ കൊന്നിട്ടാണ് രണ്ടാളും വരുന്നത്. ആ നിലയ്ക്ക് അവരെ സ്വീകരിച്ചിട്ട് കർണന്റെ വിവരങ്ങളൊക്കെ ഒന്ന് അറിയണം എന്ന് നമ്മുടെ ധർമ്മപുത്രൻ വിചാരിച്ചു. അർജുനൻ ഭയങ്കര വിഷമിച്ചിരിക്കുകയായിരുന്നു. അസ്വസ്ഥനും ശരപീഡിതനും ദുഃഖാർത്തനുമായിരിക്കുന്ന രാജാവിനോട് അനിഷ്ടം പറയുക വിഷമമാണെങ്കിലും സത്യം പറയാതെ പറ്റില്ല. അർജുനൻ വിചാരിക്കുകയാണ്, ശരങ്ങളൊക്കെ ഏറ്റ് എൻ്റെ ചേട്ടൻ വല്ലാതെ തളർന്നിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷയോടെയാണ് എൻ്റെ ചേട്ടൻ ഇരിക്കുന്നത്. ഞാനും കൃഷ്ണനും കൂടെ നമ്മുടെ കർണനെ കൊന്നിട്ടുണ്ടാവും എന്നുള്ള സന്തോഷ വാർത്ത കേൾക്കാനാണല്ലോ ചേട്ടൻ ഇരിക്കുന്നത്. ഞാൻ എങ്ങനെ ചേട്ടനോട് കാര്യങ്ങൾ പറയും? കർണനെ കൊന്നിട്ടില്ല എന്ന് എങ്ങനെ പറയും? ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ അർജുനൻ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പൊ അർജുനൻ പറഞ്ഞു, യുദ്ധമധ്യത്തിൽ അങ്ങയുടെ അസ്വാസ്ഥ്യത്തെ പറ്റി കേട്ട് ഞങ്ങൾ അങ്ങയെ കാണാൻ വന്നതാണ്. ഇനി പോയാൽ കർണനോട് ഏറ്റുമുട്ടണം. ഇന്ന് യുദ്ധം അവസാനിക്കുന്നതിന് മുൻപ് ചേട്ടാ ഞാൻ അവനെ കൊല്ലും. അതിന് അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാവണമെന്ന്. അർജുനൻ ഒരു മയത്തിൽ ചേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞു. കർണനെ കൊന്നില്ല എന്ന് പറഞ്ഞില്ല. യുദ്ധത്തിന്റെ സമയത്ത് അങ്ങേക്ക് എന്തോ വയ്യാതെയായി, അപ്പൊ അങ്ങയെ കാണാനാണ് ഞങ്ങൾ വന്നത്. ഇനി തിരിച്ചു ചെന്നിട്ട് വേണം കർണനെ കൊല്ലാൻ. ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ചേട്ടാ ഞാൻ എന്തായാലും കർണനെ കൊന്നിരിക്കും. ആരാ പറയുന്നത്? അർജുനൻ. കർണനെ വധിക്കാതെയാണ് അർജുനൻ വന്നിട്ടുള്ളത് എന്ന് കേട്ടപ്പോഴേക്കും കർണനെ പേടിച്ച് അർജുനൻ യുദ്ധക്കളം വിട്ട് ഓടി വന്നതാണെന്നാണ് ആര് ചിന്തിക്കുന്നത്? ധർമ്മപുത്രൻ. അപ്പൊ ധർമ്മപുത്രർ ചിന്തിക്കാണ്, ഓ നീ അപ്പൊ കർണനെ കൊന്നിട്ടല്ലേ വന്നത്? നീ യുദ്ധക്കളത്തിൽ വെച്ച് കർണനെ പേടിച്ചിട്ടാണോ യുദ്ധക്കളം വിട്ട് ഓടി വന്നതെന്നാണ് ആര് ചിന്തിച്ചതെന്നറിയോ? ധർമ്മപുത്രര്. ഉടനെ ധർമ്മപുത്രർ അങ്ങോട്ടേക്ക് ദേഷ്യം കൊണ്ട് അർജുനനോട് പറയണ്, അർജുന, നിന്നെ കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നു. അർജുന, പാണ്ഡവന്മാരിൽ ഒരാൾ യുദ്ധക്കളത്തിൽ നിന്ന് പേടിച്ചോടിപ്പോകുന്നെന്ന് അറിയുന്നത് എന്തൊരു അപമാനമാണ് അർജുന. നിന്റെ പരാക്രമങ്ങൾ കൊണ്ട് ശത്രുക്കളെയെല്ലാം കൊല്ലുവാൻ സാധിച്ചിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ യുദ്ധത്തിനൊരുങ്ങിയത്. ഇപ്പോ എല്ലാം നിഷ്ഫലമായില്ലേ അർജുന? നിന്റെ പ്രതിജ്ഞകളെല്ലാം ഇപ്പോ എവിടെ പോയി? ഇത്രയും ഭീരുത്വം നിനക്ക് എങ്ങനെ വന്നു ചേർന്നു അർജുന? അഗ്നിദേവൻ അനുഗ്രഹിച്ചു തന്ന ഗാണ്ഡീവവും ശരമൊടുങ്ങാത്ത ആവനാഴിയും വെറുതെ ആയില്ലേ അർജുന? ഇനിയെങ്കിലും ആ ആവനാഴിയും ശാപവും ഭഗവാന്റെ കയ്യിൽ കൊടുത്ത് നീ തേർ തളിക്കുമെങ്കിൽ ഭഗവാൻ ആ കർണനെ കൊല്ലും. നീ വെറുതെയാണ് തേരിൽ കയറിയിരിക്കുന്നത്. ആ ഗാണ്ഡീവവും എല്ലാം എടുത്ത് ആവനാഴിയും എടുത്ത് നീ ഭഗവാൻ കൃഷ്ണന്റെ കയ്യിൽ കൊടുക്ക. കൃഷ്ണൻ യുദ്ധം ചെയ്യട്ടെ, നീ തേര് തളിക്ക്. ഭഗവാനെങ്കിലും ആ കർണനെ കൊന്നിരിക്കും. അല്ലാതെ പൗരുഷമില്ലാത്തവൻ ആയുധം കയ്യിൽ വെച്ചിട്ട് എന്ത് കാര്യം? അതിനാൽ നിന്റെ ഗാണ്ഡീവ്യം ഭഗവാന്റെ കയ്യിൽ കൊടുക്ക്, അതാണ് നല്ലത് അർജുന. ധർമ്മപുത്രർ അങ്ങോട്ട് ചീത്ത വിളിച്ചു അർജുനനെ. പൗരുഷം ഇല്ലാത്തവൻ എന്ന് വരെ പറഞ്ഞു. ഇത്രയും കേട്ടപ്പോഴേക്കും അർജുനൻ അങ്ങോട്ട് ഭയങ്കര ദേഷ്യം. ഗാണ്ഡീവ്യം ധരിക്കാനോ ശത്രുവിനോട് എതിർക്കാനോ കൊള്ളാത്തവനാണ് അർജുനൻ എന്ന് കേട്ടപ്പോഴേക്കും അർജുനൻ അങ്ങോട്ട് ദേഷ്യം കൊണ്ട് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അർജുനന്റെ കണ്ണൊക്കെ അങ്ങോട്ട് ചുമന്ന് ദേഹമൊക്കെ അങ്ങോട്ട് വിറച്ച് ദേഷ്യം കൊണ്ട് അർജുനന് കണ്ണ് കാണാൻ പറ്റുന്നില്ല. അർജുനൻ എന്ത് ചെയ്ത്? ദേഷ്യം സഹിക്കാൻ പറ്റാതെ
അർജുനന്റെ ഉറയിൽ നിന്ന് വാളങ്ങോട്ട് ഊരിയിട്ട് അപ്പോഴേക്കും ഭഗവാൻ ഇടപെട്ടു. അർജുനന് സഹിക്കാൻ പറ്റാത്ത ദേഷ്യം വന്നിട്ട് അർജുനന്റെ ഉറയിൽ നിന്ന് വാളങ്ങോട്ട് ഊരിയപ്പോഴേക്കും ഭഗവാൻ ചാടി വീണിട്ട് പറഞ്ഞു, അർജുന, നീ ആരെ കൊല്ലാനാ വാളെടുക്കുന്നത്? ഇവിടെ ശത്രുക്കളൊന്നും ഇല്ല. ഇതെന്ത് കഥയാ അർജുന ഇത്? യുദ്ധത്തിനിടയിൽ മഹാരാജാവിനെ കാണണമെന്ന് പറഞ്ഞിട്ടല്ലേ യുദ്ധം ഭീമനെ ഏൽപ്പിച്ചിട്ട് നീ ഇങ്ങോട്ട് പോന്നത്? എന്നിട്ട് നീ എന്താ ചെയ്യുന്ന അർജുന? വാളൂരിയിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത്? ക്രോധാവേശം കൊണ്ട് അന്ധനായ അർജുന, നീ ഇങ്ങനെയൊന്നും പെരുമാറരുത്. നീ ആരെ നേർക്ക അർജുന വാളെടുത്തത്? നിന്റെ സ്വന്തം ചേട്ടന്റെ നേർക്കോ? ചേട്ടന് നിന്നെ വഴക്ക് പറയാനുള്ള അധികാരം ഇല്ലേ അർജുന എന്ന് ചോദിച്ചപ്പോഴേക്കും അർജുനൻ അങ്ങോട്ട് ബോധം വന്നു. പൗരുഷം ഇല്ലാത്തവനെന്നൊക്കെ വിളിച്ചാൽ പിന്നെ അർജുനൻ കേട്ടിരിക്കോ? അർജുനൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ദേഷ്യത്തിൽ നിന്ന് ഉണർന്നിട്ട് പറഞ്ഞു, കൃഷ്ണ, ഗാണ്ഡീവം കയ്യിൽ വെക്കാൻ ഞാൻ യോഗ്യനല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ പുരുഷനല്ല എന്നല്ലേ അർത്ഥം കൃഷ്ണ? അതുകൊണ്ട് ഗാണ്ഡീവം കൃഷ്ണന്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞ എന്റെ ചേട്ടൻ എനിക്ക് വധ്യനാണ്. ഭ്രാതാവിനെ കൊന്നിട്ടാണെങ്കിലും ഞാൻ സത്യം പാലിക്കും. അതിനു വേണ്ടിയാണ് കൃഷ്ണ ഞാൻ വാളെടുത്തത്. ഞാൻ പുരുഷനല്ല എന്ന് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ പുരുഷനാണെന്ന് തെളിയിക്കും കൃഷ്ണ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും കൃഷ്ണൻ പറഞ്ഞു, ചേച്ചേ, കഷ്ടം കഷ്ടം. എന്താ അർജുന, നീ ഇത്രയും കഥയില്ലാത്തവനായി പോയല്ലോ. സത്യം പരിപാലിക്കേണ്ടതല്ലേ അർജുന? പക്ഷേ അതിന് ചില നീതികളും നിയമങ്ങളും സന്ദർഭങ്ങളും ഉണ്ട് അർജുന. ചെയ്യാത്തത് ചെയ്യുന്നതും ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നതും പുരുഷാധമന്റെ ലക്ഷണമാണ്. അഹിംസയുടെ മഹത്വം നീ ഓർക്കാത്തത് എന്താണ് അർജുന? അഹിംസ ചെയ്യരുത് അർജുന. നുണ പറഞ്ഞാലും കൊള്ളാം, ഹിംസിക്കുക എന്നത് പാടില്ലാത്തതാണ്. നീ നുണ പറഞ്ഞു അർജുന, പക്ഷെ ഹിംസ ചെയ്യരുത്. ചെയ്യേണ്ട കാര്യങ്ങൾ സമാധാനത്തോടെ ചെയ്യുക. അല്ലാതെ നീ എന്താ അർജുന ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ജ്യേഷ്ഠഭ്രാതാവും ധർമ്മജ്ഞനുമായിരിക്കുന്ന രാജാവിനെ നീ പ്രാകൃതനായ മനുഷ്യനെ പോലെ കൊല്ലേ. സത്യം എന്താണെന്നും എങ്ങനെയാണെന്നും സത്യം പരിപാലിക്കേണ്ടതെന്നും ആരൊക്കെയാണ് കൊല്ലേണ്ടതെന്നും ആരൊക്കെയാണ് കൊല്ലാൻ പാടില്ലാത്തതെന്നും നീ അറിഞ്ഞിരിക്കേണ്ടേ അർജുന. ധർമ്മരഹസ്യം അറിഞ്ഞിരിക്കേണ്ടേ. ശ്രീല പ്രഭുപാദ് കി ജയ്. ധർമ്മരഹസ്യം അറിഞ്ഞിരിക്കേണ്ടേ അർജുന. എന്താ നീ ഒരു കുട്ടികളെ പോലെ വിഡ്ഢിയെ പോലെ പെരുമാറുന്നത്? ചെ കഷ്ടം അർജുന. ഞാൻ നിന്റെ ഭാഗത്ത് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. അയുദ്ധാമാനസ്യേ വധസ്ഥാദാ ശത്രോജ്ഞാമാനധാ പാരംഗമുഖ്യസ്യ ദ്രവദാ ശരണം വാപി ഗച്ഛത കൃതാജ്ഞലേ പ്രപന്നസ്യ പ്രപന്നത്യസ്യ തദൈവാച ന വധപൂജ്യദ്യേ സദ്വിദശ്ച സർവം ഗുരോധവ. ആരൊക്കെ കൊല്ലണം, ആരൊക്കെ കൊല്ലാൻ പാടില്ല, ഹിംസ എന്താണ്, അഹിംസ എന്താണ്, എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇതൊക്കെ അറിയേണ്ടേ. എന്താ ഇത് എന്ന് പറഞ്ഞു. യുദ്ധം ചെയ്യാതിരിക്കുന്നവൻ, ശത്രു അല്ലാത്തവൻ, യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നവൻ, ശരണം പ്രാപിക്കുന്നവൻ, കൈകൂപ്പി ആത്മസമർപ്പണം നടത്തുന്നവൻ, ഇങ്ങനെയുള്ളവരെയൊക്കെ കൊല്ലുന്നത് തെറ്റാണ് അർജുന. അത് ചെയ്യരുത്. നീ ധർമാധർമ്മങ്ങളെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. എന്താ ഇത്? ധർമ്മിഷ്ഠനും നിന്റെ ഗുരുവുമായിരിക്കുന്ന മഹാരാജാവ്, നിന്റെ ചേട്ടൻ, അദ്ദേഹത്തെ കൊല്ലാനാണോ അർജുന നീ ആഗ്രഹിക്കുന്നത്? ധർമ്മ സംസ്ഥാപനത്തിനായിട്ടുള്ള യുദ്ധത്തിൽ ധർമ്മം നിലനിർത്താനാണ് നമ്മൾ പോകുന്നത് അല്ലെ. ആ ധർമ്മ സംസ്ഥാപനത്തിനായിട്ടുള്ള യുദ്ധത്തിൽ അധർമ്മത്തെ നശിപ്പിക്കുവാൻ പുറപ്പെട്ടിട്ടുള്ള നീ, അധർമ്മത്തെ നശിപ്പിക്കുവാൻ ഇറങ്ങിത്തിരിച്ച അർജുന, നീ അധർമ്മം നീ തന്നെ പ്രവർത്തിക്കേ. എന്താ ഇത്? ആലോചനയില്ലാതെ നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യാൻ നീ എന്തിനാ പുറപ്പെടുന്നത്? നീ വാളൂരുന്നതിനേക്കാൾ മുമ്പേ നീ ആലോചിച്ചോ നീ ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന്? ആ നിനക്കല്ലേ ഞാൻ സാരഥിയായി വന്നിരിക്കുന്നത്. എന്നിട്ട് നീ തന്നെ നിന്റെ ചേട്ടനെതിരെ വാളെടുക്കുന്നു. എന്താ ഇത് അർജുന? ഭവേത് സത്യമവക്തവ്യം വക്തവ്യ നവൃതം ഭവേത് യത്രാനൃതം ഭവത്യേധ്യം സത്യം ചാപനിദ്രം ഭവേത് വിവാഹാകാലേ രതി സംപ്രയോഗേ
പ്രാപണ്യാധേ സർവാധാന പരഹാരഹേ വിപ്രസ്യാചാർത്തേ ഹ നൃത്യം വദതേ പഞ്ചാ നൃത്യാതിഹുരപാധകാനി സർവസ്യ സാപഹാരേ തു വക്ത വമൃനൃതം ഭവേത് സത്യാനൃതേ വിനിശ്ചിത്യ തഥോ ഭവതി ധർമ്മവിത്. സത്യം പറയേണ്ടാത്ത സന്ദർഭങ്ങളും, അതായത് സത്യം പറയരുത് എന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങളും, നുണ പറയേണ്ട സന്ദർഭങ്ങളും ഉണ്ടാവും. കൃഷ്ണൻ പറയാണ്, ചില സന്ദർഭങ്ങളിൽ സത്യം പറയാൻ കഴിയില്ല, ചില സന്ദർഭങ്ങളിൽ നമുക്ക് നുണ പറയേണ്ടി വരും. ചിലപ്പോൾ സത്യം അസത്യമായും അസത്യം സത്യമായിട്ടും വരും. ചിലപ്പോൾ കളവ് സത്യമായി തീരും, ചിലപ്പം സത്യം കളവായി തീരും. വിവാഹകാലം, രതിപ്രയോഗം, പ്രാണാപായം, സർവധനാപഹാരം, വിപ്രരക്ഷ, ഇങ്ങനെ 5 കാര്യങ്ങൾക്ക് വേണ്ടി പറയുന്ന അസത്യം ഒരിക്കലും പാപമല്ല. ഒരു കല്യാണം നടക്കാൻ വേണ്ടി ഒരു കളവ് പറഞ്ഞാൽ അതൊരു പാപമല്ല. സർവധനാപഹാരം അതൊരു പാപമല്ല. വിപ്രരക്ഷ അതൊരു ആ സമയത്തൊരു കളവ് പറഞ്ഞാൽ പാപമല്ല. ഇങ്ങനെ അസത്യങ്ങൾ പറഞ്ഞാൽ അതൊരു പാപമല്ല. തൻ്റെ സർവവും അപഹരിക്കുന്ന സന്ദർഭത്തിലും പറയുന്നത് അസത്യമാവില്ല. ഇങ്ങനെ സത്യവും അസത്യവും അസത്യവും സത്യവുമാകുന്ന സന്ദർഭങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ചില സമയത്ത് സത്യം അസത്യമാവും, ചില സമയത്ത് അസത്യം സത്യമാവും. ഇങ്ങനെ പല സന്ദർഭങ്ങളുണ്ട് അർജുന. ധർമ്മം അധർമ്മവും അധർമ്മം ധർമ്മവുമാകുന്ന സന്ദർഭങ്ങളുണ്ട്. നല്ലവണ്ണം ആലോചിച്ച് വേണം പ്രവർത്തിക്കാൻ. നീ എന്താ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? അതിനുദാഹരണങ്ങളായിട്ട് ഞാൻ 2 കഥ പറഞ്ഞു തരാം. ഭഗവാൻ പറയാണ്. പിന്നീട് ധർമ്മരഹസ്യം എന്താണെന്ന് അർജുനന് ഉപദേശിച്ചു കൊടുത്തു. അഹിംസയും ധർമ്മവും ഒന്നിച്ചു മുന്നോട്ട് പോകണം. മനസ്സിലായില്ലേ? യത് സ്യാധാം ഹി സാം സായുക്തം സ ധർമ്മ ഇനി നിശ്ചയ അഹിംസാധാർത്തായ ഭൂതാനാം ധർമ്മപ്രവചനം കൃത്തം ധാരണാ ധർമ്മമിത്യാഹു ധർമ്മദോ ധാരയതോ പ്രജ യത് സത്യാ ധാരണ സംയുക്തം സ ധർമ്മ ഇതി നിശ്ചയ. ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ധർമ്മപ്രവചനം ലോകത്തിൻ്റെ നിലനിൽപ്പിനും ഗുണത്തിനും വേണ്ടി കൽപ്പിച്ചതാണെന്ന് ധരിക്കണം. ധർമ്മം പറയുന്നത് ലോകത്തിൻ്റെ നിലനിൽപ്പിനും ഗുണത്തിനും വേണ്ടി കൽപ്പിച്ചിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കണം. അഹിംസ കലരുന്നതാണ് ധർമ്മമെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അഹിംസയാണ് ധർമ്മത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. അഹിംസയ്ക്ക് വേണ്ടി തന്നെയാണ് ധർമ്മം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ധാരണ ചെയ്യുന്നതാണ് ധർമ്മം. ലോകത്തെ നിലനിർത്തുന്നത് എന്താണോ അതാണ് ധർമ്മം. ഇതാണ് ജ്ഞാനികൾ പറയുന്നത്. ഇങ്ങനെ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഭാവത്തെപ്പറ്റി വിസ്തരിച്ചു പറഞ്ഞു കൊടുത്തതിന് ശേഷം ധർമ്മജൻ വധ്യനാണോ എന്ന് തീർച്ചപ്പെടുത്താൻ കൃഷ്ണൻ പറഞ്ഞു. നീ വധ്യനാണോന്ന് നീ തന്നെ തീർച്ചപ്പെടുത്തൂ. അത് കേട്ടപ്പോൾ നമ്മുടെ പാർത്ഥൻ പറയാണ്, അർജുനൻ പറയാണ്, രാജാവ് അവധ്യനാണെന്ന് ഞാൻ അറിയുന്നു. ആര്? യുധിഷ്ഠിരൻ. രാജാവ് അവധ്യനാണെന്ന് ഞാൻ അറിയുന്നു. പക്ഷേ ഗാണ്ഡീവ്യം വേറൊരാൾക്ക് കൊടുക്കൂ എന്ന് പറയുന്നവനെ വധിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ കയ്യിലിരിക്കുന്ന ഗാണ്ഡീവം അത് വേറൊരാൾക്ക് കൊടുക്കാൻ പറഞ്ഞാൽ ഞാനത് അനുവദിക്കില്ല. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ആ പറയുന്ന വ്യക്തിയെ വധിക്കുക എന്നുള്ളതാണ് എൻ്റെ നിശ്ചയം. അത് ഞാൻ സത്യമാക്കി തീർക്കുക എന്ന് പറഞ്ഞു. ലോകത്തിൽ എൻ്റെ സത്യം നേരായി വരണം. രാജാവ് ജീവിച്ചിരിക്കുകയും വേണം. എൻ്റെ സത്യം അത് ലോകത്തിൽ സത്യമായി തന്നെ വരണം. എന്നാൽ എൻ്റെ ചേട്ടനായ രാജാവ് ജീവിച്ചിരിക്കുകയും വേണം. അതെങ്ങനെ നടക്കുമെന്നുള്ള കാര്യം അങ്ങ് ഉപദേശിക്കൂ. എനിക്ക് ഗാണ്ഡീവ്യം എൻ്റെ കയ്യിൽ വെക്കണ്ട എന്ന് പറഞ്ഞ വ്യക്തിയെ എനിക്ക് കൊല്ലണം. പക്ഷെ എൻ്റെ ചേട്ടൻ ജീവിച്ചിരിക്കണം. എങ്ങനെയാണ് ആ പറഞ്ഞ വ്യക്തിയെ കൊല്ലുകയും എൻ്റെ ചേട്ടനെ ജീവിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് അങ്ങ് എനിക്ക് പറഞ്ഞതാ എന്ന് പറഞ്ഞു. അങ്ങല്ലാതെ ധർമാനുസൃതമായിരിക്കുന്ന മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കാൻ വേറെ ആരാ ഉള്ളത്? അങ്ങയെ കൊണ്ടേ പറ്റൂ, വേറെ ആരെ കൊണ്ടും പറ്റില്ല. അങ്ങയുടെ ഹിതമനുസരിച്ച് പാർത്ഥൻ പറയുന്നു, അങ്ങ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ഞാൻ ജീവിച്ചോളാം, എനിക്ക് മറ്റൊന്നും വേണ്ട എന്നങ്ങട് പാർത്ഥൻ പറഞ്ഞു. അർജുനന്റെ ആ ഒരു സ്വഭാവത്തിലുള്ള മാറ്റമൊക്കെ കണ്ടപ്പോഴേക്കും വാസുദേവൻ പറയാണ്, നമ്മുടെ കൃഷ്ണൻ പറയാണ്,
ശരിയാണ് അർജുന, നീ രാജാവിനെ കൊല്ലണം, രാജാവ് ജീവിക്കുകയും വേണം. അതിനുള്ളൊരു വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. മാനക്കെട്ടവൻ മാനിക്കപ്പെടുമ്പോൾ ലോകയാത്രയിൽ ജീവിക്കുന്നു. എന്താണ്? മാനം കേട്ടവൻ മാനിക്കപ്പെടുമ്പോൾ ലോകയാത്രയിൽ ജീവിക്കുന്നു. അവൻ അപമാനമേൽക്കുമ്പോൾ മൃതന് തുല്യനാകുന്നു. മനസ്സിലായില്ലേ? അതായത് അഭിമാനിക്കപ്പെടേണ്ടവൻ അഭിമാനിക്കപ്പെടുമ്പോൾ, അതായത് നമുക്കെല്ലാവർക്കും അഭിമാനം വലുതാണ് അല്ലെ? ആ അഭിമാനിക്കപ്പെടുന്ന വ്യക്തി അഭിമാനിക്കപ്പെടുമ്പോൾ അവൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കും, ഷുവർ. എന്നാൽ അഭിമാനിക്കപ്പെടേണ്ട വ്യക്തി അപമാനിക്കപ്പെടുമ്പോൾ, അതായത് അഭിമാനിക്കേണ്ട വ്യക്തി അപമാനിക്കപ്പെടുമ്പോൾ അവൻ മരിച്ചതിന് തുല്യനാകുന്നു. മാനിക്കപ്പെടേണ്ട ധർമ്മരാജാവിനെ, അതായത് നമ്മുടെ യുധിഷ്ഠിരനെ, മാനിക്കപ്പെടേണ്ട വ്യക്തി ആരാണ്? യുധിഷ്ഠിരൻ. ആ യുധിഷ്ഠിരനെ നീ എന്ന് വിളിച്ച് അപമാനിച്ചാൽ രാജാവ് മരിച്ചതിന് തുല്യമായി. അതുകൊണ്ട് നീ എന്ന് വിളിച്ച് രാജാവിനെ അപമാനിച്ചപ്പോൾ രാജാവ് മൃതതുല്യനായി, മരിച്ചതിന് തുല്യമായി. അദ്ദേഹം നിന്നിലുള്ള ശൗര്യത്തെ ഉണർത്തുവാൻ വേണ്ടിയാണ് അങ്ങയെല്ലാം പറഞ്ഞത്. മനസ്സിലായില്ല അർജുന? നീ തെറ്റിദ്ധരിച്ചു. നിന്നിലുള്ള ശൗര്യത്തെ ഉണർത്താനാണ് രാജാവ് അങ്ങനെയൊക്കെ സംസാരിച്ചത്. കർണനെ വേഗത്തിൽ കൊല്ലണം, അർജുനൻ കർണനെ വേഗത്തിൽ കൊല്ലണം എന്നുള്ളതാണ് യുധിഷ്ഠിരന്റെ ആഗ്രഹം. അതുകൊണ്ട് എന്തെങ്കിലും ചീത്തവാക്കുകൾ ഉപയോഗിച്ച് രാജാവിനെ നീ തന്നെ കൊല്ലാക്കൊല ചെയ്, അല്ലാതെ വേറെ വഴിയില്ല. നീ തന്നെ പോയിട്ട് രാജാവിനെ എന്തെങ്കിലും ചീത്തവാക്കുകൾ വിളിച്ചിട്ട് കൊല്ലാക്കൊല ചെയ്. പിന്നീട് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് നീ ആശ്വസിപ്പിക്കുക. അപ്പൊ കൊന്നതിനും തുല്യമായി, ജീവിച്ചിരിക്കുന്നതിനും തുല്യമായി എന്ന് പറഞ്ഞു. ഭഗവാന്റെ ആ ഒരു യുക്തിപൂർവമായിരിക്കുന്ന വാക്കുകൾ കേട്ടപ്പോഴേക്കും അർജുനന് ഭയങ്കരം സമാധാനമായി, ആശ്വാസമായി. നേരെ യുധിഷ്ഠിര രാജാവിനെ നീ എന്നും അഭിസംബോധന ചെയ്തുകൊണ്ട് അർജുനൻ അങ്ങോട്ട് ഒരുപാട് സംസാരിച്ചു. യുധിഷ്ഠിരൻ അങ്ങോട്ട് തല താഴ്ത്തി ലജ്ജിച്ച് നിൽക്കുകയാണ്. ഒരു രക്ഷയില്ല, യുധിഷ്ഠിരൻ ശരിക്കും ലജ്ജിച്ചു പോയി. അതോടെ അർജുനന്റെ സത്യം നിറവേറ്റുമെന്ന് ഭഗവാൻ പറഞ്ഞെങ്കിലും അർജുനന് ഒരു മനസമാധാനവും. അർജുനൻ അങ്ങ് തകർന്ന് നിൽക്കുകയാണ്. കാരണം ചേട്ടനെ കയറിയല്ലേ നീ എന്നൊക്കെ വിളിക്കുന്നത്. അച്ഛന് തുല്യനായിരിക്കുന്ന ചേട്ടനെ പരസ്യമായി അപമാനിച്ചല്ലോ എന്നുള്ള ആ ഒരു അപമാന ഭാരം അർജുനന്റെ ഹൃദയത്തിൽ അങ്ങ് കിടന്നു. താൻ ഇനി ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല. തന്നെത്താൻ വെട്ടി മരിക്കുന്നതിനായിട്ട് അർജുനൻ വീണ്ടും വാളങ്ങെടുത്തു. അർജുനൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വീണ്ടും വാളെടുത്ത്. അത് കണ്ടപ്പോഴേക്കും ഭഗവാൻ വീണ്ടും ചാടി വീണു. എന്നിട്ട് പറഞ്ഞു, ആത്മപ്രശംസ ചെയ്താൽ ആ ഗുരുനിന്ദ കൊണ്ടുള്ള പാപം തീരുന്നതാണ്. അതുപ്രകാരം അർജുനനെ കൊണ്ട് ആത്മപ്രശംസ ചെയ്യിച്ച് പാർത്ഥനെ കൃതാർത്ഥനും സന്തുഷ്ടനുമാക്കി. തനിക്ക് രാജ്യമൊന്നും വേണ്ടെന്നും യുദ്ധത്തിൽ ഏർപ്പെടുന്നില്ലെന്നും പറഞ്ഞ് കാട്ടിലേക്ക് പോയ ധർമ്മരാജാവിനെ നീതിവാക്യങ്ങൾ പറഞ്ഞ് ഭഗവാൻ സമാധാനിപ്പിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ധർമ്മപുത്രർ പറഞ്ഞു, ഇനി എനിക്ക് യുദ്ധം ചെയ്യാനൊന്നും വയ്യ, ഞാൻ കാട്ടിലേക്ക് പോവാണ്, എനിക്കിനി ഒന്നിനും താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ കൃഷ്ണൻ പോയിട്ട് ധർമ്മപുത്രരോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരുവിധം സമാധാനിപ്പിച്ചു. പിന്നീട് അർജുനനെയും യുധിഷ്ഠിരനെയും പണ്ടത്തെ പോലെ തന്നെ സ്നേഹവാത്സല്യ ഭക്തി ബഹുമാനങ്ങൾ കൊണ്ട് ബദ്ധരും സംതൃപ്തരാക്കി തീർത്തു. ഒരുവിധം കൃഷ്ണൻ കയറി ഇടപെട്ട് അർജുനനെയും യുധിഷ്ഠിരനെയും എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ച് ശരിയാക്കി. ഭഗവാന്റെ ആ ഒരു സ്നേഹത്തോടെയുള്ള അനുനയമായ വാക്കുകൾ കേട്ടപ്പോഴേക്കും അർജുനനും സമാധാനമായി, അതുപോലെ യുധിഷ്ഠിരനും സമാധാനമായി. അർജുനൻ എന്ത് ചെയ്ത് ചേട്ടനെ വണങ്ങി വന്ദിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് നേരെ കർണനെ കൊല്ലാൻ വേണ്ടി പോവാണ്. ധർമ്മജനാണെങ്കിലോ സന്തോഷത്തോടെ അർജുനനെ യാത്രയാക്കി. കൃഷ്ണാർജുനന്മാർ 2 പേരും കൂടെ ചേർന്ന് നല്ല ആവേശത്തോടെ എവിടേക്ക് പോയി? യുദ്ധക്കളത്തിലേക്ക് പോയി. ഇനി യുദ്ധമാണ്. ആ നമ്പർ കൊടുത്താൽ മതി. നേരെ അടുത്തത് യുദ്ധമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഒരുപാട് സന്തോഷം. പതിവിൽ കൂടുതൽ ഭക്തരും വന്നു. ഒരുപാട് സന്തോഷമുണ്ട്. കഥകൾ കേൾക്കുക,
കഥകൾ പറയാനും കേൾക്കാൻ നിങ്ങളും ഉണ്ടാകുമ്പോഴാണ് ഞാനിവിടെ വന്ന് കഥ പറയാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളത്. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് നിങ്ങളെല്ലാവരെയും ലൈവിൽ കണ്ടതിൽ. ഇനി നമ്മുടെ ക്ലാസ് എല്ലാ ദിവസവും രാവിലെ 10:30-ക്കും വൈകിട്ട് 8:30-ക്കുമാണ്. എല്ലാവരും വരിക. ഓക്കെ, എല്ലാവരും കഥ കേൾക്കാൻ വരണം കേട്ടോ. കഥയൊക്കെ കേട്ട് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാത് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാഭവന പരീഷൻ കി ജയ്. 10 മണിയായില്ലേ, അതുകൊണ്ടാണ്. താങ്ക് യു. ഹരേ കൃഷ്ണ.